ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്. റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശം. പരാതിക്കാരില്ലാതെ കേസെടുക്കുന്നതിലെ നിയമപരമായ പരിമിതി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. റിപ്പോർട്ടിനെ ഗൗരവത്തോടെയാണ് ഹൈക്കോടതി കാണുന്നത്. നിയമപരമായ പരിശോധനയിലൂടെ ചെയ്യേണ്ടതെന്ന് ഹൈക്കോടതി തന്നെ പറയട്ടെ. സർക്കാരിനെ സംബന്ധിച്ച് അത് സഹായകരവുമാണ്. രാഷ്ട്രീയ വിവാദം ലക്ഷ്യമിട്ടവർക്ക് നിരാശ പകരുന്നതാണ് പുതിയ നീക്കം. കാരണം ഹൈക്കോടതിയുടെ കണ്ടെത്തൽ വരും വരെ കാത്തിരിക്കണം. സർക്കാരിനെ പഴിച്ച് പതിവ് പോലെ പോകാനാവില്ല. ഹൈക്കോടതിയും സർക്കാരിൻ്റെ പ്രാഥമിക വാദം കേട്ടാണ് റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ ആവശ്യപ്പെട്ടത്. വിവാദത്തിൽ തൽപരരായവർ ആഗ്രഹിച്ചതുപോലെ ഹൈക്കോടതിയിൽ നിന്നും പരാമർശങ്ങളൊന്നും ഉണ്ടായില്ല. WCCയും പറയുന്നത് റിപ്പോർട്ടിൻ്റെ രഹസ്യ സ്വഭാവം പുറത്തുവിടാതെ സിനിമാ മേഖലയെ നവീകരിക്കാൻ വേണ്ടത് ചെയ്യണമെന്നാണ്. സിനിമാ മേഖലയെ കടുത്ത സ്ത്രീവിരുദ്ധത അവസ്ഥയിൽ നിന്നും മോചിപ്പിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പരിഹാര നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്യേണ്ടത്. ഹൈക്കോടതിയുടെ നിയമപരിശോധന സർക്കാരിൻ്റെ ആ വഴിക്കുള്ള നീക്കങ്ങൾക്ക് കരുത്തു പകരും. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് പി സതീദേവി, വനിതാ കമ്മീഷൻ അധ്യക്ഷ; GP രാമചന്ദ്രൻ, ചലച്ചിത്ര നിരൂപകൻ; മഹേഷ്, ചലച്ചിത്ര നടൻ; അഡ്വക്കേറ്റ് വിനീത് കുമാർ, അഭിഭാഷകൻ, നിയമവിദഗ്ധൻ. ഞാൻ ആദ്യം വനിതാ കമ്മീഷൻ അധ്യക്ഷയിലേക്ക് ശ്രീമതി സതീദേവിയിലേക്ക്. കഴിഞ്ഞ ഒരു ചർച്ചയിലും WCCയിലെ വളരെ പ്രധാനപ്പെട്ട ശ്രീമതി ദീദി ദാമോദരൻ പറഞ്ഞത് സർക്കാരും അതുപോലെ തന്നെ വനിതാ കമ്മീഷനും വളരെ ചരിത്രപരമായിട്ടുള്ള വലിയ പിന്തുണയാണ് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ അന്നു മുതൽ ഇന്നുവരെ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ വിഷയം വന്ന ഘട്ടത്തിൽ തന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആദ്യം തന്നെ ശക്തമായ പ്രതികരണങ്ങളും ഒക്കെയായി മുമ്പോട്ട് വന്നു. മാത്രവുമല്ല, നമ്മൾക്കറിയാം ഓരോ ഘട്ടത്തിലും ഈ നിലയിൽ ഈ സിനിമാ മേഖലയ്ക്ക് വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, തിരുത്തലുകളെക്കുറിച്ചൊരു നിലപാടോടെ വനിതാ കമ്മീഷനും ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ പൂർണ്ണ രൂപത്തിലുള്ള റിപ്പോർട്ട് ആവശ്യപ്പെടുകയും അത് ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമാണല്ലോ. അതിൽ വനിതാ കമ്മീഷനെയും കക്ഷി ചേർത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഹൈക്കോടതിയിൽ വനിതാ കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ ഈ റിപ്പോർട്ടിൻ്റെ പ്രസക്തി, സിനിമാ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, തിരുത്തലുകൾ, നവീകരണം, ഇതേക്കുറിച്ചൊക്കെ വ്യക്തമായ നിലപാട് അവതരിപ്പിക്കാനുള്ളൊരു അവസരം വന്നു ചേരുന്നു എന്നുകൂടിയല്ലേ ശ്രീമതി സതീദേവി? മുമ്പാകെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊതു താൽപ്പര്യ ഹർജി വന്നപ്പോൾ ആ പൊതു താൽപ്പര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു ഇൻ്ററിം ഓർഡർ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹൈക്കോടതി തന്നെ സ്വമേധയാ വനിതാ കമ്മീഷനെ കക്ഷി ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ ഹൈക്കോടതി മുമ്പാകെ മൂന്നാമത്തെ പരിഗണനക്കും തീരുമാനത്തിനും വിധേയമായിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു റിട്ട് ഹർജിയിൽ മൂന്നാം റെസ്പോണ്ടൻ്റായിട്ട് കക്ഷി ചേർക്കപ്പെട്ടിട്ടുള്ള നിലയിൽ വനിതാ കമ്മീഷൻ നിലവിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിയമപരമായിട്ട് തന്നെ അവകാശമില്ല. മാറ്റർ ഈസ് സബ് ജുഡീസ് എന്നുള്ളതാണ്. ഈ ഇൻ്ററിം ഓർഡറിൽ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ടുള്ള ഇൻ്ററിം ഓർഡറിൽ കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇഫ് എനി കോഗ്നീസബിൾ ഒഫൻസസ് ആർ ഡിസ്ക്ലോസ്ഡ് ടു ദ കമ്മിറ്റി വെദർ ക്രിമിനൽ ആക്ഷൻ ഈസ് നെസസറി ഓർ നോട്ട് വിൽ ഹാവ് ടു ബി ഡിസൈഡഡ് ബൈ ദിസ് കോർട്ട് എന്നാണ്. കോടതി തന്നെ പൂർണ്ണമായിട്ടുള്ള സീൽ ചെയ്ത കവറിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് എനി കൊഗ്നീസബിൾ ഒഫൻസസ് ആർ ഡിസ്ക്ലോസ്ഡ് ടു ദ കമ്മിറ്റി മുമ്പാകെ ഏതെങ്കിലും തരത്തിലുള്ള ഒഫൻസസ് നടന്നു എന്നത് സംബന്ധിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തുടർന്ന് എനി ക്രിമിനൽ ആക്ഷൻ ഈസ് നെസസറി, വെദർ എനി ക്രിമിനൽ ആക്ഷൻ ഈസ് നെസസറി ഓർ നോട്ട്, എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ഷൻ ആവശ്യമാണോ അല്ലയോ എന്നുള്ള കാര്യം ഈ കോടതി തന്നെ തീരുമാനിക്കും എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കോടതി തന്നെയാണ് ഇത് തീരുമാനിക്കേണ്ടുന്നത്. ഫർദർ ആക്ഷൻ എന്ത് വേണം? റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷന്റെ തീരുമാനപ്രകാരം ഇപ്പോൾ അവർ നിർദ്ദേശിച്ചിട്ടുള്ള ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ പൊതുതാൽപര്യ ഹർജിയുടെ ഭാഗമായിട്ട് ഒന്നുകൂടെ ഈ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്, how to protect these victims of sexual exploitation and what action can be taken against the perpetrators of the crime is something that this court required to address. കോടതി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ അതിജീവിതകൾക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തി കൊടുക്കാനും അവരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലയിൽ
പെർപെട്രേറ്റേഴ്സിനെതിരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻ എടുക്കണമോ എന്നുള്ള കാര്യം കൂടി ഹൈക്കോടതി തന്നെ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നല്ല നീതി ലഭ്യമാവുന്ന രൂപത്തിലുള്ള ഒരു ഉത്തരവ് ഈ റിപ്പോർട്ട് സമ്പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം വരും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ വിമൻ ഇൻ സിനിമ കലക്റ്റീവ് എന്ന സംഘടന ഫയൽ ചെയ്തിട്ടുള്ള റിട്ട് ഹർജിയിൽ സ്വമേധയാ കക്ഷി ചേർന്നുകൊണ്ടാണ് സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വനിതാ കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. സിനിമാ മേഖലയിൽ മാത്രമല്ല, ഏതൊരു തൊഴിൽ മേഖലയിലും സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള നിയമം രാജ്യത്തുണ്ട്. 2013 പാസ്സായിട്ടുള്ള പോഷ് ആക്ട് അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനം ഈ കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ്. വനിതാ കമ്മീഷൻ ആ കാര്യത്തിൽ നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും ഈ മേഖലയിലുള്ള സ്ത്രീകൾക്ക് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനാവുന്ന ഒരു സാഹചര്യം ഉറപ്പുവരുത്താനും ഒരു സ്ത്രീ സൗഹൃദ അന്തരീക്ഷം മലയാള സിനിമാ രംഗത്ത് സ്ഥാപിച്ചെടുക്കാനും ഇതിൻ്റെ ഭാഗമായിട്ട് കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമ്മൾക്കൊപ്പം ഈ ചർച്ചയിലേക്ക് അഡ്വക്കേറ്റ് വിനീത് കുമാർ കൂടിയുണ്ട്. അഭിഭാഷകനാണ്. വളരെ പ്രമാദമായ ഒട്ടേറെ കൊലപാതക കേസുകളിലടക്കം പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഒക്കെ കോടതിക്ക് മുമ്പാകെ എത്തിയിട്ടുള്ള തിരുവനന്തപുരത്തെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനാണ്. അദ്ദേഹം മറ്റു ചില പരിപാടികൾക്കിടയിലാണ് നമ്മൾക്കൊപ്പം ഉള്ളത്. അപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ തന്നെ ഈ കേസ് വന്ന ഒരു സാഹചര്യവും ഇപ്പോൾ വന്നിട്ടുള്ളൊരു ഇൻട്രീം ഓർഡർ ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ വായിച്ച സാഹചര്യമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിയമപരമായിട്ടുള്ള ഒരു വിശദീകരണം കൂടി ഒരുപക്ഷെ ഈ കാണുന്ന പ്രേക്ഷകർക്ക് സഹായകരമാകും, ഗുണകരമാകും എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് തിരക്കുകൾ മറ്റൊരു മീറ്റിങ്ങിനിടയിൽ നിന്ന് കുറച്ച് സമയം പറിച്ചെടുത്തൊരു ശകലം സമയം നമുക്ക് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. അതുകൊണ്ട് തന്നെ ആ സമയം കുറച്ച് വിനിയോഗിക്കാമെന്ന് വിചാരിക്കുകയാണ്. അഡ്വക്കേറ്റ് വിനീത് കുമാർ, ഇതിൽ വളരെ വലിയൊരു ആശയവും ലക്ഷ്യവും ഈ കമ്മിറ്റിക്കുണ്ട്, യാതൊരു സംശയവുമില്ല. അത് ഭാവി കാലത്ത് മലയാള സിനിമ നവീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഈ കമ്മിറ്റി കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ച അതിനെ ആകെ വ്യക്തമായി ബോധ്യപ്പെടുത്തും വിധത്തിലേക്ക് ശക്തമായ നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. അവിടേക്ക് മൊഴി കൊടുത്ത സ്ത്രീകൾ പറഞ്ഞ പല കാര്യങ്ങളെയും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് പബ്ലിക് ഡൊമൈനിലേക്ക് ആ ഭാഗം വന്നിട്ടുമില്ല. പക്ഷേ അതുമാത്രം അത് ഗൗരവമായ ചർച്ചയ്ക്ക് വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുണ്ടോ, കേസ് എവിടെ, സർക്കാർ കേസെടുക്കണ്ടേ, സർക്കാരിന് കേസെടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട്, സർക്കാർ അതിൻ്റെ നിയമപരമായ പരിമിതികളെക്കുറിച്ച് പരാതിയില്ല എന്ന കാര്യം പറയുമ്പോഴും സർക്കാരിനങ്ങ് കേസെടുക്കാമല്ലോ എന്ന നിലയിലേക്കൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി മറുഭാഗത്ത് വളർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അഭിഭാഷകരുടെ കൂടി സഹായം ഇത്തരം ചർച്ചകൾക്ക് വേണ്ടത്. സ്വമേധയാ ഇന്നിപ്പോൾ ഹൈക്കോടതി കൂടി ഇടപെട്ട സാഹചര്യത്തിൽ ചോദിക്കട്ടെ, ഒരു ഒറ്റ ചോദ്യം നിരന്തരം നിന്ന് കറങ്ങുകയാണ്. ഈ റിപ്പോർട്ടിൻ്റെ ഒരു സ്വഭാവം വെച്ച് സർക്കാരിന് മറ്റൊന്നും നോക്കാതെ സ്വമേധയാ കേസെടുക്കാൻ കഴിയുമോ? ബാക്കിയൊക്കെ എല്ലാവർക്കും അറിയാതെ അത്ര താല്പര്യമില്ല ആർക്കും. പക്ഷേ ഇത് മാത്രമാണ് എല്ലാവരുടെയും കുറേ ആളുകളുടെയെങ്കിലും ചോദ്യം. അതുകൊണ്ട് തന്നെ സുവമോട്ടോ എന്ന് നമ്മൾ പറയുന്ന തരത്തിൽ സർക്കാരിന് സ്വമേധയാ കേസെടുത്ത് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാനാകുമോ? ശരത്ത്, ഇത് ഈ ഒരു പ്രസക്തമായ ചോദ്യം, അതിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉത്തരം പറയേണ്ടത്. കാരണം ഈ റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞ ശേഷം ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായി. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു വ്യത്യാസമുണ്ടായിരിക്കുന്നത് ഇന്നലെ വരെ ആയിരുന്നില്ല. ഇന്ന് അതിൻ്റെ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ പൊതുതാൽപര്യ ഹർജി ഫയൽ സ്വീകരിച്ച സമയത്ത് തന്നെ ഇങ്ങനെ നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ റിപ്പോർട്ട് സീൽ ചെയ്ത കവറിൽ അവിടെ കോടതിയിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞു. കാരണം പുറത്ത് വന്നിരിക്കുന്ന ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ കുറേ പേജുകൾ ഇതിനകത്ത് മിസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അത് തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് അത് പബ്ലിക് ഡൊമൈനിൽ വരാതിരിക്കുന്നത്. കാരണം പ്രൈവസിയെ സംബന്ധിച്ചിടത്തോളം എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഡയറക്റ്റായിട്ട് തന്നെ ഞാൻ ഉത്തരം പറയുന്നത് നേരിട്ടങ്ങ് പറയുകയാണ്. കാരണം ഇതിൽ ഈ കേസ് എടുക്കുന്നതിന്, നിയമപരമായിട്ട് കേസ് എടുക്കുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട്. ഒരു പരിധിവരെ ഈ വനിതകളുടെ അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന വിഷയം ആയതുകൊണ്ട് മാത്രം നേരിട്ട് കേസെടുക്കുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ സുവമോട്ടോ നമ്മളിപ്പോൾ കേസെടുക്കുന്നതിന്, കാരണം എനി ക്രൈം ഈസ് എഗൻസ്റ്റ് എ സ്റ്റേറ്റ്, അതാണ് നിയമം. അപ്പോൾ ആ സ്റ്റേറ്റിനെതിരായിട്ട് ഉള്ള ഒരു ക്രൈം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏത് ഒരു ക്രൈമിനെക്കുറിച്ച് ഫസ്റ്റ് ഇൻഫർമേഷൻ പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ കേസ് എടുക്കാമെന്നാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇൻഫോർമൻ്റ് ഇല്ലാതെ, കാരണം ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുമ്പാകെ
ചെന്നിട്ട് അത് ഏത് അന്വേഷണ ഏജൻസി ആയാലും നിയമം നമുക്കൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമ സംവിധാനമുണ്ട് നമ്മുടെ രാജ്യത്തിൽ. അത് സാധാരണ പോലീസ് സ്റ്റേഷനാണെങ്കിലും സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുമ്പിലാണെങ്കിലും ഈവൻ ഒരു ക്രൈം ബ്രാഞ്ച് എന്ന് പറയുന്നതാണെങ്കിലും അല്ലെങ്കിൽ CBI ആയിക്കോട്ടെ ഏതിനായിരുന്നെങ്കിലും നമുക്ക് നിയമപരമായിട്ട് ഇപ്പം നേരത്തെ CRPC പ്രകാരം 154 വകുപ്പാണെങ്കിൽ ഇപ്പോൾ BNSS വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വ്യത്യാസം ഒരു 173 ആയി എന്നുള്ള വകുപ്പ് വ്യത്യാസമുള്ളൂ. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ നിയമത്തിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പബ്ലിക് ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ആ ഓഫീസർ അത് എഴുതിയെടുത്ത് വായിച്ച് കേൾപ്പിച്ച്, ഞാൻ ആ സെക്ഷനിൽ പറയുന്ന കാര്യമാണ് പറയുന്നത്, വായിച്ച് കേൾപ്പിച്ച് ആ ഫസ്റ്റ് ഇൻഫോർമൻറ്റിൻ്റെ ഒപ്പ് മേടിക്കണമെന്ന് നിർബന്ധമാണ് ഈ ഫസ്റ്റ് FIR രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക്. ആ FIR രജിസ്റ്റർ ചെയ്യുന്ന നടപടിയാണ് ഒരു ക്രിമിനൽ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയാതെ ഇൻവെസ്റ്റിഗേഷൻ തുടരാൻ പറ്റത്തില്ല. കാരണം ഏതൊരു കൊഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിലും, കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാതെ തന്നെ എല്ലാവർക്കും പബ്ലിക്കിന് പോലും അറിയാവുന്നൊരു കാര്യമാണ്, ഒരു അറസ്റ്റ് വാറണ്ട് ഇല്ലാതെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു കുറ്റകൃത്യം. അങ്ങനെ ഉള്ളതിനാണ് എങ്കിൽ തീർച്ചയായിട്ടും FIR എടുക്കണമെങ്കിൽ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ വേണം. ഇനി ചില കേസുകളിൽ ഇപ്പോൾ ശരത്ത് തന്നെ ഒന്ന് സൂചിപ്പിച്ചതുപോലെ നേരത്തെ എന്തുകൊണ്ട് ഒരു സുവമോട്ടോ കേസ് എടുത്തുകൂടാ? ഈ സുവമോട്ടോ കേസ് എടുക്കണമെങ്കിൽ ഒരു വനിതയ്ക്ക് എതിരെ ഉണ്ടായ ഒരു ലൈംഗിക അതിക്രമമോ അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ ഹരാസ്മെൻറ്റോ ഈവൻ ഒരു റേപ്പ് ആയിക്കോട്ടെ, ആ വനിത വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാകാത്ത പക്ഷം അതിനെ നിർബന്ധിച്ച് കേസെടുത്തിട്ട് അതിൻ്റെ മാനസികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് മറ്റെന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതിന് സ്റ്റേറ്റും ലയബിളല്ലേ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യനുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഇപ്പോൾ ഈ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ മറ്റ് ഒരുപാട് സൈക്കോളജിസ്റ്റുകളൊക്കെ അടങ്ങുന്ന ഒരുപാട് സംവിധാനമുണ്ട്. അവർ ഈ പറഞ്ഞിരിക്കുന്ന ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷനിൽ മുമ്പാകെ കൊടുത്തിരിക്കുന്ന പരാതിപ്പെട്ട വനിതകളുടെ തന്നെ അവരെ വ്യക്തിപരമായിട്ടെങ്കിലും എങ്ങനെയാണെങ്കിലും പുറത്ത് കൊണ്ടുവരത്തക്ക രീതിയിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ട് ഒരു പരാതി ഇവിടെ കൊടുക്കാൻ തയ്യാറാണ്. അല്ലാതെ ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇനിയിപ്പോൾ ഒരു പക്ഷേ റിപ്പോർട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ കൊഗ്നൈസബിൾ ഒഫൻസ് തീർച്ചയായിട്ടും റിവീൽ ചെയ്യപ്പെടും എന്ന് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫാണ്. കാരണം ഇൻഹറൻറ്റ് ജൂറിസ്ഡിക്ഷനുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അതുപോലെ തന്നെ സുപ്രീം കോടതിയും വ്യക്തമായിട്ട് ഒരു നിർദ്ദേശം ഗവൺമെൻറ്റിന് കൊടുത്താൽ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും വളരെ സേഫായിട്ട് കേസെടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ മറ്റൊരു ചോദ്യം, അടുത്ത നടപടി എന്ന് പറയുന്നത് നമ്മൾ CRPCയിലെ നേരത്തെ പോലത്തെ 161 വകുപ്പ് അനുസരിച്ച് അടുത്ത ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറയുന്നതും തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതുമാണ്. അതിന് തയ്യാറായിട്ട് ആര് വരും? ഇപ്പോൾ വേറെ ആരെങ്കിലും ഒരു പബ്ലിക് ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്തതുപോലുള്ള ഒരു വ്യക്തി വന്ന അയാൾ വിക്ടിമോ അല്ല, അയാൾക്ക് വിവരത്തിനെ കുറിച്ച് അറിഞ്ഞും കൂടെങ്കിൽ കേസ് അവിടെ വെച്ച് നിൽക്കാനല്ലേ പറ്റുള്ളൂ. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു പരിമിതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കേസ് എടുക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഹൈക്കോടതി പറഞ്ഞാൽ കേസ് എടുക്കാം, സുവമോട്ടോ എടുക്കുന്നത് പോലെ തന്നെ എടുക്കാം. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തെളിവ് എങ്ങനെ തരാൻ പറ്റും? അല്ലെങ്കിൽ വിവരം കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയമാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഈ മൊഴികളുടെ അവിടേക്ക് മൊഴി നൽകിയ സ്ത്രീകൾ, ആ സ്ത്രീകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പലതും രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം, നമുക്കറിയില്ല. 60 പല പേജുകൾ നീക്കം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കുറേ വിവരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ മൊഴി ഈ പൂർണ്ണ റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെ ഭാഗമായി കോടതി പരിശോധിക്കും. പക്ഷേ അതുമാത്രമല്ലല്ലോ കോടതി പരിശോധിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്നുള്ള കമ്മിറ്റി ഈ അംഗങ്ങൾക്ക് ഈ മൊഴി നൽകാൻ വന്നവർക്ക് കൊടുത്തിട്ടുള്ള ഒരു വാഗ്ദാനം എന്താണ്, പ്രോമിസ് എന്താണ്, അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഒരു അഷ്വറൻസ് എന്താണ്, അത് ഈ റിപ്പോർട്ടിൽ എങ്ങനെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ഹൈക്കോടതിയുടെ തുടർ നടപടികൾക്കും വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വസ്തുതയായി മാറുമോ? അത് തീർച്ചയായിട്ടും ഇതിൽ ശരത്ത്, ഇതിനകത്ത് നമ്മുടെ ഈ റിപ്പോർട്ടിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് 36 മുതൽ 40 വരെയുള്ള പാരഗ്രാഫുകളിൽ ഈ കാര്യത്തിനെക്കുറിച്ചാണ് പറയുന്നത് തന്നെ. വളരെ വിശദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ആരും തന്നെ ആദ്യം റെസ്പോണ്ടൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് നോട്ടീസ് കൊടുക്കാനോ അല്ലെങ്കിൽ പരസ്യപ്പെടുത്താനോ ഒക്കെ കഴിഞ്ഞിട്ട് പലരും വന്നിട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കാനോ അല്ലെങ്കിൽ അവർക്കുണ്ടായ അനുഭവങ്ങളോ അല്ലെങ്കിൽ ദുരനുഭവങ്ങളോ റിവീൽ ചെയ്യാൻ തയ്യാറാകാത്ത ഒരവസ്ഥ വന്നു. പിന്നെ വളരെയധികം പണിപ്പെട്ടാണ് ഇതിനകത്തുള്ള യഥാർത്ഥ വസ്തുത നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം
പണിപ്പെട്ടാണ് അവർക്ക് കൊടുത്ത ഉറപ്പിന്മേലാണ് അവർക്ക് ഉണ്ടായ ദുരനുഭവങ്ങളും അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെൻറ്റ്സ് ആണെങ്കിൽ അതും എല്ലാം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ്റിന് ഒരു കത്ത് കൊടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാരണവശാലും ഇതിനകത്തുള്ള സ്വകാര്യമായിട്ടുള്ള വിവരങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് ഈ 40ാമത്തെ പാരഗ്രാഫിനകത്ത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ, 2-3 കാര്യങ്ങൾ. ഈ കമ്മിറ്റിയെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ നടക്കുന്ന ഈ ചില ഇഷ്യൂസ്, അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇഷ്യൂസിനെ കുറിച്ച് പഠിച്ചിട്ട് അതിന് വേണ്ടുന്ന പരിഹാരം നിർദ്ദേശിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഒരു കമ്മിറ്റി. അപ്പോൾ അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. കൂടാതെ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കുറ്റകൃത്യം നടന്നോ എന്നോ ഗിൽറ്റിയെ എക്സ്പോസ് ചെയ്യുന്നതിനോ അല്ല എന്ന് പറഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ്റിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു കോഗ്നൈസബിൾ ഒഫൻസ് റിവീൽഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും വനിതകളുടെ ആ വിക്ടിമിൻ്റെ സ്വകാര്യത സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ അവരെ വിളിച്ച് മൊഴിയെടുക്കണം. ആരെ വിളിക്കും? അങ്ങനെയുള്ളൊരു വലിയൊരു പ്രശ്നമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ പുറത്ത് ഗവൺമെൻറ് നിസ്സഹായമായിട്ട് നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. വിടുകയാണ്. മറ്റുള്ളവരിലേക്ക് ഞാൻ പോവുകയും ചെയ്യുന്നു. ഈ ചർച്ചയിലേക്ക് ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി എന്ന് വെച്ചാൽ അതിനർത്ഥം ഇത്തരമൊരു റിപ്പോർട്ടിൻ്റെ ലീഗൽ സ്ക്രൂട്ടണി സർക്കാർ നന്നായി നടത്തിയിരിക്കുന്നു എന്നാണോ അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾ പറഞ്ഞു വരുന്നത്? കാരണം ഇതിനി ഹൈക്കോടതി പരിശോധിക്കാൻ പോവുകയാണ്. ഇന്ന് സർക്കാരിന് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരാമർശങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ലീഗൽ സ്ക്രൂട്ടണി നന്നായി നടത്തിയിട്ടുണ്ടോ? മാത്രമല്ല ഇക്കാര്യങ്ങൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വളരെ ഒരു സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ആധികാരികമായി നമ്മൾ കേട്ടത്, അല്ലെങ്കിൽ കുറെ കൂടി ആഴത്തിൽ കേട്ടത് മുഖ്യമന്ത്രിയിൽ നിന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് സർക്കാർ ഈ റിപ്പോർട്ടിനെ സമർപ്പിച്ചത്, അതിൻ്റെ ലീഗൽ സ്ക്രൂട്ടണി നടത്തിയത്, ഇന്നിപ്പോൾ ഹൈക്കോടതിയിലേക്ക് ആ വിഷയം എത്തിച്ചേരുന്ന ഒരു ഘട്ടത്തിൽ പരിശോധിച്ചാൽ അത് വ്യക്തതയോടെയാണോ ചെയ്തിരിക്കുന്നത്? ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എന്ത് പറയും താങ്കൾ? ഞാൻ ആക്ച്വലി നിയമപരമായിട്ട് അതിനെ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ഡീപ്പായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വളരെ വ്യക്തമായിട്ട് ഗവൺമെൻറ്റിൻ്റെ നിലപാട് മുഖ്യമന്ത്രി അത് പരസ്യപ്പെടുത്തുകയുണ്ടായി. എല്ലാ പത്രമാധ്യമങ്ങളിലൂടെയും അദ്ദേഹം 20-ാം തീയതി നടത്തിയ പത്രസമ്മേളനത്തിന് വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ നേരിട്ട് കണ്ടത്, ഏതെങ്കിലും ഒരു ഈ പരാമർശിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു വിക്ടിമായിട്ട് പരാമർശിക്കപ്പെട്ട ഒരു വനിത വന്ന് മൊഴി തരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും എത്ര ഉന്നതനാണെങ്കിലും ഒരു നടപടി ഉണ്ടാകും എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ അതിൽ കൂടുതൽ ഒരു മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ അത് എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ മുമ്പിലൊരു വ്യക്തമാണ്. പല ആരോപണങ്ങൾ വരുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തെളിവുകളില്ലേ, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പ്രതികളില്ലേ. ഇത് രണ്ടും ശരിയാണ് എങ്കിലും വാദി ഇല്ല എങ്കിൽ, ഫസ്റ്റ് ഇൻഫോർമൻ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആർക്ക് ഒരു സ്ഥലമില്ല, എവിടെ വെച്ച് എന്ത് ചെയ്തു, ആര് ചെയ്തു, ആര് ഈ ക്രൈം കമ്മിറ്റ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു വിവരം വെച്ച് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ പുതിയ നിയമപ്രകാരം ആക്ച്വലി 0 FIR രജിസ്റ്റർ ചെയ്യാമെന്ന് വരെ പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യും? നിസ്സഹായമാണ്. റൈറ്റ്. ഏതായാലും ഹൈക്കോടതി തന്നെ അത് പരിശോധിക്കട്ടെ എന്ന് തന്നെയാണ്. ഹൈക്കോടതി ആ പരിശോധനയിലേക്ക് കടക്കുന്നു എന്നത് ശ്രീമതി പി സതീദേവി, വനിതാ കമ്മീഷൻ അധ്യക്ഷ, അത് ആ ഒരു ഇടക്കാല ഉത്തരവിനെ കൂടി പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. ശ്രീ മഹേഷ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് ചർച്ചകളിൽ താങ്കൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒന്നിച്ചൊരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ ആ റിപ്പോർട്ട് വന്ന ഘട്ടം മുതൽ താങ്കളുടെ ഒരു നിലപാട് എന്താണ് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകൾ പലതും പറയുന്നുണ്ട്. മൊത്തത്തിലൊരു സ്ത്രീകളോടുള്ള സമീപനത്തിൽ വളരെ മോശപ്പെട്ട നിലയിൽ ഒരു സ്ത്രീവിരുദ്ധ നിലപാട് വളരെ ആഴത്തിലുള്ളതാണ് മലയാള സിനിമയുടെ മേഖല എന്നുള്ളത് വളരെ ആളുകളുടെ ഇടയിൽ വളരെ ശക്തമായി എത്തപ്പെട്ടിട്ടുണ്ട്. അതിലൊരു സംശയവുമില്ല. ഇന്ന് തന്നെ പാർവതി തിരുവോത്തിൻ്റെ ഒരു അഭിമുഖം മറ്റൊരു ചാനലിൽ ഞാൻ കണ്ടപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, WCC അംഗങ്ങൾ അല്ലെങ്കിൽ ഈ അംഗങ്ങളും WCCയുമായി ബന്ധമുണ്ടെന്ന് തോന്നിയാൽ പോലും അവരെ മാറ്റി നിർത്തുന്നു. ഇപ്പോൾ രമ്യ നമ്പീശൻ എന്ന നടിയെക്കുറിച്ച്, ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ആ നടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവർ മലയാള സിനിമയിൽ ഒരു സാന്നിധ്യം നോക്കിയാൽ അതിന് മുമ്പ് അവർ കുറേ കൂടി സജീവമായി വേഷങ്ങൾ ചെയ്തിരുന്നൊരു നടിയായിരുന്നു. വളരെ ദയനീയമാണ്. വിരലെണ്ണാവുന്ന സിനിമകൾ മാത്രം, കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും ചെയ്തിട്ടില്ല. ആ വർഷങ്ങളിൽ ഒന്നും ആരും സഹകരിക്കാത്ത, വിളിക്കാത്ത ഒരു സാഹചര്യം. അതാണ് പറഞ്ഞത്, അംഗങ്ങളുമായി ബന്ധമുണ്ടെന്ന് തോന്നിയാലോ വരെ മാറ്റി നിർത്തുന്നു എന്ന നിലയിലൊരു അവസ്ഥ മലയാള സിനിമ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നുകൊണ്ട് ഇതെല്ലാം വളരെ ഗൗരവമായി ആളുകൾ ചർച്ച ചെയ്യുന്നൊരവസ്ഥ വന്നു. ഇപ്പോൾ ഹൈക്കോടതിയിലും. എന്തു പറയുന്നു ശ്രീ മഹേഷ്? ശരത്തെ,
ഈ ജോലിയില്ലാത്ത നടന്മാരെ പറ്റി നിങ്ങൾക്കാർക്കും ഒരു വിഷമയില്ല. ഇപ്പം ഞാൻ തന്നെ സിനിമയുടെ ക്യാമറ കണ്ടിട്ട് വർഷങ്ങളായി. ഞാനതൊരു ആർഗ്യുമെൻറ്റിന് പറഞ്ഞതല്ല. പക്ഷേ ആരും മാറ്റി നിർത്തിയതല്ലല്ലോ. ആദ്യം തന്നെ പക്ഷേ ആമുഖമായിട്ട് ഞാൻ മഹേഷിനെ ആരെങ്കിലും ആണെങ്കിൽ അത് വെളിപ്പെടുത്തണം. ഇവിടെ മഹേഷിനെ ബോധപൂർവം ആരെങ്കിലും അകറ്റി നിർത്തുന്നതാണോ ഇത്? അങ്ങനെ ഒരു കേസാണ്, ആരോപണം അല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണെന്നാണ് ശരത്ത് പറയുന്നത് അല്ലേ? അല്ല, അത് തീരുമാനിക്കേണ്ട താങ്കളാണ്. എനിക്ക് കഴിവുണ്ടായിട്ടും എന്നെ ബോധപൂർവം ധൈര്യമായിട്ട് പറ, താങ്കളുടെ കൂടെ നമ്മളുണ്ട്. ശരത്തെ, മഹേഷിന്റെ കഴിവും നല്ല കഥാപാത്രങ്ങളും ഒക്കെ എനിക്കറിയാം, ഞാനും കണ്ടിട്ടുണ്ട്. താങ്കളുടെ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ്. താങ്കളെ ആരെങ്കിലും അങ്ങനെ വൈര്യനിര്യാതന ബുദ്ധിയോടെ മാറ്റി നിർത്തിയതാണോ? ആണെങ്കിൽ അത് കേസാണ്, അല്ലെങ്കിൽ സാന്ദർഭികമായി വെറുതെ പറഞ്ഞതാണ്. അല്ലല്ല ശരത്ത്, ഇതിനകത്ത് എന്താ കാര്യം എന്ന് പറയും ശരത്ത്. അതിനു മുമ്പ് ഞാൻ ഈ സെക്ഷൽ അബ്യൂസ് അനുഭവിച്ചിട്ടുള്ള മലയാള സിനിമാ പ്രവർത്തകരായിട്ടുള്ള നടിമാരായിക്കോട്ടെ, സാങ്കേതിക പ്രവർത്തകരായിട്ട് ഒരു നടൻ എന്നുള്ള രീതിയിൽ, ഒരാണെന്നുള്ള രീതിയിൽ ഭൂമിയോളം താഴ്ന്ന് കൈകൂപ്പി ഞാൻ മാപ്പ് ചോദിക്കുകയാണ് മറ്റെല്ലാവർക്കും വേണ്ടിയിട്ട്, നടന്മാരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും. പക്ഷേ ഇതിനകത്ത് എന്തെന്നറിയോ കാര്യം, ഇപ്പം അവസരങ്ങൾ കുറയുന്ന കാര്യമാണ് നമ്മൾ ശരത്തെ ഇപ്പം നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. അവിടെ നിന്ന് തുടങ്ങാം ഞാൻ. ഈ അവസരങ്ങൾ കുറയുന്നതിനകത്ത് എന്താ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കണം. അതേ പ്രോഡക്റ്റ് തന്നെ പല ബ്രാൻഡിൻ്റെ ഉണ്ടാവും, ഒന്നിനും ഒരേ വിലയായിരിക്കില്ല. ഏതെടുക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കണമെന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, അങ്ങനെ ഒരുപാട് പേര് ചേർന്നിട്ടാണ് ആരെ എടുക്കണം അല്ലെങ്കിൽ ആരെടുക്കണ്ടെന്ന് ഇരിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം തന്നെ അഭിനയിച്ച് എന്നെക്കാൾ സീനിയറായിട്ടുള്ള എൻ്റെ പ്രായത്തിലോളം വരുന്ന ഒരു നടൻ 7-8 വർഷം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവത്തിൽ അദ്ദേഹം വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് പുറത്തിറങ്ങിയാൽ അദ്ദേഹമില്ലാത്ത സിനിമയില്ല, മിക്ക പോസ്റ്ററിലും അദ്ദേഹമുണ്ട്. ഇതൊരു സമയമാണ്, അല്ലെങ്കിൽ ഇതൊരു ഭാഗ്യത്തിന് ഒരുപാട് അടിസ്ഥാനമുള്ള ഒരു ജോബാണ് ഇത്. ഇതിനകത്ത് താങ്കളെ വിളിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് താങ്കളോ താങ്കളുടെ താരമൂല്യമോ തന്നെ ആവണമെന്നില്ല, വേറെ പല ഘടകങ്ങളാവും. അവിടെ എന്തെങ്കിലും രീതിയിലൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഉണ്ടാകാം എന്ന് തോന്നിയാൽ പോലും താങ്കളുടെ ഭാഗത്തോട്ട് വരില്ല ഈ അവസരങ്ങൾ. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി ഇതിനകത്ത് ഈ എല്ലാ നാണയത്തിനും 2 വശമുണ്ടെന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ഈ താനൊരു നിലയിലെത്തും വരെ എന്തിനും തയ്യാറായിട്ട് പിന്നെ ഒരു നിലയിലെത്തിയിട്ട് തിരിഞ്ഞു കുത്തുന്നവരുണ്ട്. ഞാൻ ഇത്രയും ഈ കാര്യങ്ങൾ പറയുമ്പോഴും അനുഭവിച്ച ആ നടികളുടെയോ അല്ലെങ്കിൽ മറ്റു സാങ്കേതിക പ്രവർത്തകരോട് അവരുടെ മാനസികാവസ്ഥ കുറച്ച് കണ്ടിട്ടല്ല, അവരോട് എല്ലാ ബഹുമാനത്തോടുകൂടി പറയുന്നത്. ഇതിൻ്റെ 2 വശങ്ങളുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഒരു നിലയിലെത്തിക്കഴിഞ്ഞിട്ട് തിരിഞ്ഞു കുത്തുന്നവരുണ്ട്. നമുക്കറിയാം മലയാള സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കൊണ്ട് തന്ന വളരെ ചെറുപ്പക്കാരനായ കുടുംബമായിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു നിർമ്മാതാവിന് തൻ്റെ 3 സിനിമകളിൽ ഒരു നടിയെ അഭിനയിപ്പിക്കാൻ അവസരം കൊടുത്തിട്ട് 4ാമത്തെ സിനിമയിൽ ആ നടിയില്ലാത്തപ്പോൾ ആ നടിക്ക് പെട്ടെന്ന് സെക്ഷൽ അബ്യൂസിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ബോധോദയമുണ്ടായി, കേസ് കൊടുത്തു. അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകേണ്ടി വന്നു. നിയമത്തിൻ്റെ ഒരു പരിരക്ഷ കിട്ടും വരെ അദ്ദേഹത്തിന് വിദേശത്ത് കുടുംബത്തിൽ നിന്നൊക്കെ അകന്ന് ഒരു കള്ളനെ പോലെ ജീവിക്കേണ്ടി വന്നു. അവസാനം കോടതിയിൽ വന്നപ്പോൾ ആ കേസ് വെറുതെ വിട്ടു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ എന്നുള്ളതല്ല. പിന്നെ WCCയുടെ അവരുടെ അവരുടെ പിന്നെ എന്താ പറയണ്ടേ പ്രയത്നത്തെ കുറച്ച് കാണാൻ സാധിക്കില്ല. അവർ വന്നതിന് ശേഷം ഒരുപാട് പരിഹാരങ്ങൾ സിനിമയിലുണ്ടായിട്ടുണ്ട്. അതായത് ഈ നടിമാർക്ക് തന്നെ വസ്ത്രം മാറാൻ, പിന്നെ ശുചിമുറി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്യാരവൻ, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ അവർക്കും തുല്യത കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത വേറൊരു കാര്യമുണ്ട് ശരത്തെ, ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ. അത് ശരിക്കും സർക്കാർ വിചാരിച്ചാൽ അതിന് പൂർണ്ണമായിട്ടും ഒരു പരിഹാരം കാണാൻ പറ്റും. ഷൂട്ടിംഗ് പ്രധാനമായിട്ട് നടക്കുന്ന മേഖലകളിൽ അവരുടെ ഒരു കൂട്ടായ്മ സർക്കാരിൻ്റെ കീഴിൽ തന്നെ ഒരു കമ്മിറ്റി എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് തൊഴിൽ ഉറപ്പ്. ഇതിപ്പോൾ എന്താണെന്നറിയോ, ഇടനിലക്കാർ കൊണ്ടുപോവാണ്. അവർക്ക് കിട്ടേണ്ട കാശിൻ്റെ പകുതിയിലേറെ കാശ് ഇടനിലക്കാർ കൊണ്ടുപോകുന്നു. അവർ 3 നേരത്തെ ഭക്ഷണത്തിനും തുച്ഛമായ തുകയ്ക്കും വേണ്ടി വന്ന് നിന്നിട്ട് ഷൂട്ടിംഗ് വൈകുകയാണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോലും പോകാൻ സാധിക്കാതെ, ബസ്സില്ലാണ്ട്, ട്രാവലിംഗ് ഒരു ഇത് കിട്ടാഞ്ഞിട്ട്, താമസത്തിനുള്ള ഒരു മുറി കിട്ടാഞ്ഞിട്ട് അവർ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല മേഖലകളിൽ പിന്നെ ജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്നവർ സിനിമയിലുണ്ട്. ഇവിടെ ആരും പറഞ്ഞ് കേൾക്കുന്നില്ല മിനി സ്ക്രീനിലെ പ്രശ്നങ്ങൾ. നമ്മുടെ ബഹുമാന്യനായ മന്ത്രി ഗണേഷ് കുമാർ പിന്നെ പ്രസിഡൻ്റ് ആയിക്കൊണ്ട് ആത്മാന്നൊരു സംഘടന
അവർക്ക് 24 മണിക്കൂറും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ദിനേശ് പണിക്കർ, മറ്റ് ഭാരവാഹികൾ അവരെല്ലാം നിരന്തരം കഷ്ടപ്പെട്ടിട്ട് പോലും അവിടുത്തെ പ്രശ്നങ്ങൾ മലയാള സിനിമയെക്കാളും കഷ്ടമാണ് സീരിയലിലെ പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങൾ. സെക്ഷൽ അബ്യൂസ് മാത്രമൊന്നുമല്ല, അതല്ല ഞാൻ പറയുന്നത്. ശമ്പളം ചോദിച്ചാൽ നാളെ നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആളുകൾ പഠിക്കാൻ ഒരു സംവിധാനം വെക്കണോ? പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം. അതാണ് ഞാൻ പറയുന്നത്. നോക്കൂ, വെക്കണം. കാരണം എന്തറിയോ, നിങ്ങൾ എന്തെങ്കിലും പ്രതികരിച്ചാൽ നിങ്ങൾ ഒന്നെങ്കിൽ ചുവരിൽ ചിരിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ മുഖത്ത് പൂമാലയിട്ട് നിങ്ങൾ മരിക്കും, അല്ലെങ്കിൽ നാളെ തൊട്ട് നിങ്ങളുടെ വേഷം വേറെ ആൾ, ഇന്നു മുതൽ ഇന്നയാളാണ് ഈ കഥാപാത്രത്തിന് ജീവൻ നൽകുന്നത് എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ അത്രയും പ്രശ്നങ്ങളില്ലെന്ന് തോന്നിപ്പോവും. ആ രീതിയിലാണ്. പിന്നെ നിർമ്മാതാക്കൾ, സീരിയലിലെ നിർമ്മാതാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ 95-ലും 2000-ലൊക്കെ ഉണ്ടാക്കിയ മിനിമം സിനിമയിലാണെങ്കിൽ ക്ലീൻ ആയി വെട്ടും, എപ്പിസോഡിന്റെ പ്രതിഫലമാണ് അല്ലേ? കൊള്ളാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജി പി രാമചന്ദ്രൻ, ശ്രീ മഹേഷ്, ഞാൻ വരാം. ശ്രീ ജി പി അത് തന്നെയാണ്. അതാ ശ്രീ ജി പി രാമചന്ദ്രൻ, ഈ റിപ്പോർട്ട് അതിൻ്റെ ഒരു സാമൂഹികമായ പ്രാധാന്യം മലയാള സിനിമയെ സംബന്ധിച്ച് എത്രമാത്രം വലുതാണ്, വിപുലമാണ്? കാരണം സർക്കാർ അത് പരിശോധിച്ച് കുറേയേറെ കാര്യങ്ങൾ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം സിനിമാ രംഗത്തേക്ക് കൂടുതൽ വനിതകൾ കടന്നു വരിക, അതിനവരെ ശാക്തീകരിക്കുക, സംവിധായകർക്ക് പണം ഈ കാലയളവിൽ സർക്കാർ തന്നെ മുടക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്നിട്ടുള്ള മാറ്റത്തിൻ്റെയും നടപടികളുടെയും ഭാഗമാണ്. സർക്കാരിൻ്റെ കൂടി പിന്തുണയോടെ ICC ഇൻ്റേണൽ കംപ്ലയിൻറ്റ് സെൽ വേണം എന്ന WCCയുടെ ആവശ്യം താരസംഘടനയ്ക്കെതിരെ കോടതിയിൽ പോയി അവർ ഫൈറ്റ് ചെയ്ത് നേടി. അതിൽ WCCയുടെ നിലപാടിനെ പിന്തുണച്ച നിലപാട് സർക്കാർ എടുത്തു. അങ്ങനെ ICCകൾ നിലവിൽ വന്നു. അത് വളരെ ഫലപ്രദമായി പോകുന്നില്ല എന്ന പ്രശ്നം പല സെറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതിന് ശേഷം സംഭവിച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന വിപുലമായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ എല്ലാം ഉടക്കി നിൽക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്. ആ കാര്യം എന്ന് പറയുന്നത് ഇതിൽ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ഗൗരവമുള്ള പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. പുറത്തു വന്നതിൽ തന്നെയുണ്ട്. അപ്പോൾ പുറത്തു വരാത്തതിൽ അതിലപ്പുറമില്ലേ, മൊഴിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്നതിലേക്ക് മാത്രം ഇത് കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട്. അത് എത്രമാത്രം ഗുണകരമാണ്? അതുപോലെ തന്നെ അത് ഈ റിപ്പോർട്ടിൻ്റെ പൊതുവായ ഒരു ഡയറക്ഷനെ ചോർത്തിക്കളയുന്നതാണോ? ഹൈക്കോടതി ഇത് പരിശോധിക്കുന്നതോടെ കുറേ കൂടി നിയമപരമായ ഒരു ഗൈഡ് ലൈൻ, ഡയറക്ഷൻ ഫലപ്രദമായി വരും എന്ന് കരുതുന്നുണ്ടോ? ഇതിൽ ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ തന്നെ, കാരണം മറ്റ് ഒരു ഇൻഡസ്ട്രിയിലും ഇന്ത്യയിൽ നിരവധി ഫിലിം ഇൻഡസ്ട്രികളുണ്ട്. വളരെ കോടിക്കണക്കിന് രൂപ ഇൻവോൾവ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നൂറുകണക്കിന് കലാകാരന്മാരും സാങ്കേതിക പ്രവർത്തകരും പ്രവർത്തിക്കുന്ന തമിഴ് പോലെയും തെലുങ്ക് പോലെയും പിന്നെ ബോളിവുഡ്, സോക്കോൾഡ് ബോളിവുഡ് എല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഒന്നും തന്നെ വരാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. ഇത് മലയാള സിനിമയുടെ, കാരണം ഇന്ത്യയിൽ പല കാര്യങ്ങൾക്ക് നമുക്കറിയാം കേരളമാണ് മാതൃകയായി നിന്നിട്ടുള്ളത്. അത് കേരളത്തിലെ ഗവൺമെൻറ്റുകൾ മാത്രമല്ല, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ മാത്രമല്ല, ഇവിടുത്തെ സാംസ്കാരിക രംഗത്ത് കേരളത്തിലെ അല്ലെങ്കിൽ സിനിമയിലെ ഒരു മുന്നേറ്റമായിട്ട് നമ്മൾ ആദ്യമായിട്ട് പരിഗണിക്കേണ്ടത് WCCയെ തന്നെയാണ്. നമ്മളെല്ലാവരും അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. കാരണം നിലവിൽ എത്രയോ സംഘടനകൾ ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടും ആ സംഘടനകൾക്കൊന്നും തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, AMMA അല്ലെങ്കിൽ ഫെഫ്ക, മാക്ട, ഇതെല്ലാം പറഞ്ഞ് ഇവർക്കൊന്നും ഇത് അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഇവിടെ സ്ത്രീകൾ അനുഭവിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൽ അബ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രതിഫലത്തിൻ്റെ കാര്യത്തിലുള്ളത്, മറ്റ് പ്രാഥമിക ആവശ്യങ്ങളെല്ലാം തന്നെ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വിലക്കുകൾ എന്നുള്ളത് വലിയ ഒരു ഭീഷണി, അത് ഒരു ഡെമോക്രസിൻ്റെ വാൾ പോലെ നിങ്ങൾ ഏത് സമയത്തും ഇതിൽ നിന്ന് വെട്ടിമാറ്റപ്പെടാം എന്ന ഭീതി, ഇതെല്ലാം തന്നെ ഒരു അധികാരം ഇതിനകത്ത് പ്രവർത്തിക്കുന്നു. ഈ അധികാരത്തെ അല്ലെങ്കിൽ ഈ അധികാരത്തിൻ്റെ ദുരധികാരം എന്നതിന് പറയണം, ഈ ദുരധികാരത്തിൻ്റെ ബലതന്ത്രത്തെ നമ്മളുടെ ജാതി വ്യവസ്ഥയിലൊക്കെ പ്രവർത്തിക്കുന്ന പോലെയാണ്. അപ്പോൾ അല്ലെങ്കിൽ അതിനെ പുറത്തു കൊണ്ടുവരിക എന്ന മഹത്തായ ഒരു നിവേദനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നേറ്റമാണ് WCC നടത്തിയത്. ആ മുന്നേറ്റത്തോട് കൃത്യമായി പ്രതികരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഈ കമ്മിറ്റി ഉണ്ടാക്കുന്നത്. കമ്മിറ്റിയിൽ ഉള്ള അംഗങ്ങളൊക്കെ തന്നെ വളരെ സവിശേഷമായ രീതിയിൽ, കാരണം റിട്ടയർഡ് ജസ്റ്റിസാണ് ഒരാൾ, അതുപോലെ തന്നെ റിട്ടയർഡ് IAS ഓഫീസർ, അതുപോലെ തന്നെ ഒരു സീനിയറായ നടി, അവർ ദേശീയ അവാർഡിൽ നിന്നെടുത്ത് മലയാള സിനിമയിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ശ്രീമതി ശാരദ. അപ്പോൾ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള ഈ റിപ്പോർട്ട് അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അവർക്ക് എല്ലാ ആളുകളും ഇതുമായി സഹകരിക്കും, ഇതെങ്ങനെ എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകളും മറ്റ് ദിശാബോധപരമായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായപ്പോൾ അവർ പറയുന്നത് ഇതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി, അതായത് ഇതിൽ ഒരു
ഞങ്ങൾ ഒരു പിന്നെ സബ്മിഷൻ നടത്തി എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ പേര് നാളെ സൊസൈറ്റിയിലേക്ക് വലിച്ചിഴച്ച് അത് പിന്നെ രീതിയിൽ കായികമായ ഭീഷണികളുണ്ടാകാം, അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തികമായ ഭീഷണികളുടെ അവർക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കപ്പെടാം എന്നുള്ള ഇത് ഓൾറെഡി ഇപ്പോൾ തന്നെ WCCയിൽ വന്ന ആളുകൾ ഇപ്പോൾ അവർ അവർക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് സിനിമയിൽ വേണ്ടത്ര അവസരമില്ല എന്ന് പറയുന്നുണ്ട്. അതവിടെ അതിരിക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത്. അപ്പോൾ റിപ്പോർട്ടിലെ കുറേ ഭാഗങ്ങൾ നമുക്ക് ലഭ്യമല്ല, ഒരു 50-80 പേജ് ലഭ്യമല്ല, ബാക്കി പേജുകളാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൻ്റെ പ്രാഥമിക ഉദ്ദേശം അല്ലെങ്കിൽ ഇതിൻ്റെ സമഗ്രമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ രംഗത്തുള്ള ഇത്രയും മാരകമായ ഈ ദുരധികാരത്തിൻ്റെ ബലതന്ത്രം, മർദ്ദനം, ചൂഷണം ഇത് പുറത്തു കൊണ്ടുവരിക, ഇത് രേഖപ്പെടുത്തുക. ഇതൊരു സർക്കാർ രേഖ, ഇതെല്ലാവർക്കും അറിയാം, ഗോസിപ്പുകളുണ്ട് എന്ന് പറഞ്ഞത് കണ്ട് കാര്യമില്ല. ഇത് സർക്കാർ രേഖയിൽ ഇത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പരിഹാരങ്ങൾ വരുന്നത്. അപ്പോൾ അതിലേക്ക് മാധ്യമങ്ങളോ അല്ലെങ്കിൽ വിവാദാസ്പദമായ, കാരണം ഇതിനകത്ത് മാധ്യമങ്ങളെ സംബന്ധിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ഇത് വരുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഒരു മന്ത്രിയെ അല്ലെങ്കിൽ ഒരു നേതാവിനെ ED ചോദ്യം ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രിയുടെ പിറകിൽ കാറും കൊണ്ട് ഓടുന്ന മാധ്യമ സംവിധാനം കേരളത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇതിൻ്റെ പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ നാളെ ഹേമ കമ്മിറ്റിയിലേക്ക് ഇന്ന വ്യക്തി പോകുന്നു, അതിൻ്റെ പിന്നാലെ കാറുമായിട്ട് ഓടുന്ന സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷം സഹകരിച്ചെങ്കിലും ചില മാധ്യമങ്ങൾ അപ്പോഴും ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ദുഷ്ടലാക്ക് അവിടെയും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനോട് വളരെ പക്വതയോട് കൂടിയിട്ടുള്ള, വളരെ അതേ സമയത്ത് വളരെ ഇതിൻ്റെ ഒരു കോസിനോട് വളരെയധികം കമ്മിറ്റഡ് ആയിക്കൊണ്ടുള്ള ഒരു നിലപാട് പൊതുസമൂഹം എടുക്കണം. ആ പൊതുസമൂഹത്തെ കൊണ്ട് എടുപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും കോടതിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഗവൺമെൻറ്റിനും സാംസ്കാരിക പ്രവർത്തകർക്കും എല്ലാം തന്നെ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം എങ്ങനെയാണ് നിർവഹിക്കപ്പെടാൻ പോകുന്നത് എന്നതാണ് ഈ നാളുകളിൽ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിൽ നെയിം ആൻഡ് ഷെയിം, ഇന്നലെ പറഞ്ഞു പോയി, നെയിം ആൻഡ് ഷെയിം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ഇത് കൊണ്ടുവന്നിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് അതിലേക്ക് മാത്രം ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ നമ്മളുടെ TRP റേറ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ ചാനലുകളുടെയും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ തന്നെ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ രണ്ടാമത്തെ ഘടകമുണ്ട്. ഇതിലിപ്പോൾ ഡിപ്പോസിഷൻ, ഉദാഹരണത്തിന് ഇതിൽ പോക്സോ കേസ് ആവുന്ന ഏതെങ്കിലും ഇതിൽ വിമൺ എന്നതുപോലെ തന്നെ ഗേൾ എന്ന് ചില സ്ഥലത്ത് ഉന്നയിച്ചിട്ടുള്ളത് കൊണ്ട് അതൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ പോക്സോ കേസ് അനുസരിച്ച് അതിൻ്റെ റിപ്പോർട്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ന്യൂസ് പോലും എൻ്റെ റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് സബ്മിറ്റ് ചെയ്തുകൊള്ളണം, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് പോലീസിന് റിപ്പോർട്ട് ചെയ്തോളണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തത പോലീസിൻ്റെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും കോടതിയുടെ ഭാഗത്ത് നിന്നും എത്രയും പെട്ടെന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അത് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ആ രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ പോസിറ്റീവായ, കാരണം ഇതിൽ പേടിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അവർ നേരത്തെ പറഞ്ഞതുപോലെ സ്ലട്ട് ഷെയ്മിങ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞു, എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറയുകയുണ്ടായി, അതായത് എല്ലാം സഹകരിച്ചതിന് ശേഷം പിന്നീട് തുറന്നു പറയുന്ന തട്ടിപ്പാണ്. ഇതൊക്കെ വളരെ നാടനായ, ഇതെല്ലാം ഒരു ആധുനിക നിയമവ്യവസ്ഥയിൽ, ഒരു ആധുനിക ജനാധിപത്യ വ്യവസ്ഥയിൽ, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വ്യവസ്ഥയിൽ പറയാൻ കൊള്ളുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളെയല്ല. കാരണം അത്തരത്തിലല്ല ഇവിടെ ഇതെല്ലാം ഒരു അധികാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് ഇന്ന് ഈ വിശാഖ കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തും ലോകത്തും ഇന്ന് മീടു മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക് പ്ലേസ് ഹറാസ്മെൻറ്റ് ഇതിനെല്ലാം വന്നിട്ടുള്ള വളരെ വലിയ എന്താ പറയുക, കോടതി വിധികളും അതുപോലെ തന്നെ നിയമനിർമ്മാണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും നാട്ടുമ്പുറത്തുള്ള ഇതിൽ സംസാരിക്കുന്ന രീതിയിൽ ഇതിൽ പറയുന്നതിൽ ഒക്കെ തന്നെ ഇനി അവർക്കൊന്നും തന്നെ ഇതിൽ രക്ഷയില്ല. അപ്പോൾ അവർ പേടിക്കുന്നുണ്ടാവും. ആ പേടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുറന്നു പറയുകയാണ് നല്ലത്. അവർക്ക് തന്നെ ഞാനാണ് ഇത് തുറന്നു പറഞ്ഞിട്ട് അതിന് പകരം അവർ ഇതിനെ രക്ഷിക്കുന്ന മറ്റ് സമ്മർദ്ദങ്ങൾ ചെലുത്തുകയോ അല്ലെങ്കിൽ സമൂഹത്തിൽ സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ട് മാധ്യമങ്ങളിലൂടെയോ മറ്റു രീതിയിലോ ഇടപെടാൻ ശ്രമിക്കുകയോ ഇതിനെ വഴിതിരിച്ചു വിടുകയോ ചെയ്യുകയാണെങ്കിൽ അവരായിരിക്കും നാളെ കേരളത്താൽ ചോദ്യം ചെയ്യപ്പെടുക. കേരളത്തിലെ ജനങ്ങളാൽ, കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരാൽ, കേരളത്തിലെ വനിതാ സിനിമാ പ്രവർത്തകരാൽ, അതുപോലെ തന്നെ ഈ നല്ല രീതിയിലുള്ള ഒരു സംസ്കാരം ആഗ്രഹിക്കുന്നവരാൽ അത്തരം ഇരുണ്ട ശക്തികൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഒളിച്ചിരിക്കുന്ന ആളുകൾ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വേഗതയുണ്ടാകണം എന്നുകൂടിയാണ് തുടർ നടപടികൾക്ക് എന്നാണ്. ഇപ്പോൾ കോടതിയിലായാലും തുടർ നടപടികളിൽ ഏതിലും ശക്തമായ വേഗത, കൃത്യമായ വേഗത ഉണ്ടാകണമെന്നാണ് ശ്രീ GP രാമചന്ദ്രൻ പറഞ്ഞത്. ശ്രീമതി സതീദേവി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചാണ്, മഹേഷോട് സൂചിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു. ഞാൻ ഇന്ന് വൈകുന്നേരം കണ്ട ഒരു അഭിമുഖത്തിൽ പാർവതി തെരുവോത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അവസരങ്ങൾ വളരെ കൃത്യമായി WCCയുമായി സഹകരിച്ചാൽ അവസരങ്ങൾ അന്നു മുതൽ, നടി ആക്രമിക്കപ്പെട്ടത് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ വളരെ കൃത്യമായി അത് സംഭവിച്ചിട്ടുണ്ട്
സംഭവിച്ചിട്ടുണ്ട് എന്ന് ആളുകൾക്കും ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പല മാറ്റങ്ങളും ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഇതിനൊരു മാറ്റവും വന്നിട്ടില്ല. വളരെ സംഘടിതമായി നിന്ന് ആ രീതിയിൽ പൂർണ്ണമായും വാഷൗട്ട് ചെയ്തവരെ മാറ്റുന്നുണ്ട് ഈ പറഞ്ഞ ആളുകളെയൊക്കെ. അവിടെയാണ് നമ്മൾ ഇത് പറയുന്ന ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ ആളുകൾക്ക് കുറേ കൂടി ഒരു ബോധ്യം വരുന്നത് അവിടെയാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം അതിനകത്ത് നിൽക്കുന്നുണ്ട്. മറുഭാഗത്ത് കേസെടുക്കൂ എന്ന് പറയുന്ന നിലയിലുള്ളൊരു വലിയ ആവശ്യം, ഒരു മുറവിളി ഒരു ഭാഗത്ത് നടക്കും. നേരത്തെ വക്കീൽ പറഞ്ഞ പോലെ ആർക്കെതിരെ കേസെടുക്കും, അത് താങ്കൾക്ക് നന്നായി അറിയാം എന്നൊരവസ്ഥ നിൽക്കുമ്പോഴും അതിലേക്ക് ഒരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയുടെ എലമെൻറ്റ് കാണുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിൽ വളരെ കാര്യമായിട്ടുണ്ടല്ലോ. ഇത് രണ്ടും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ അവസരങ്ങളടക്കം നിഷേധിക്കുന്നു, വിവേചനം, ലൈംഗിക അതിക്രമം, പവർ ഗ്രൂപ്പിൻ്റെ സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ഹൈക്കോടതി ഇത് പരിശോധിച്ച് സർക്കാരിനൊരു ഡയറക്ഷൻ നൽകുന്നത്, അതിനകത്ത് ഇടപെടുന്നത് സർക്കാരിനെ സംബന്ധിച്ചും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ആശ്വാസകരമായ ഒരു കാര്യമല്ലേ? ഒരു വ്യക്തതയോടെ ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് നല്ലതുമാവില്ലേ? ശരത്ത്, തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ WCC എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊള്ളാൻ ഇടയായിട്ടുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന്. ആ WCCയുടെ രൂപീകരണത്തോടു കൂടിയിട്ടാണ് തൊഴിൽ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച്, സിനിമാ മേഖലയിലുള്ള പ്രത്യേക പ്രശ്നങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചർച്ച ഉയർന്നു വന്നിട്ടുള്ളത്. WCC ഗവൺമെൻറ്റിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അന്ന് ആ ഗവൺമെൻറ്റിന് അത് അത്രത്തോളം പരിഗണിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ ചർച്ചക്കൊന്നും ഇടയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ല. ഒരുപക്ഷെ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് തങ്ങളുടെ മുമ്പാകെ വന്നിട്ടുള്ള ഒരു മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റിയെ, ഉത്തരവാദപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റിയെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ്. എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം നിയുക്തമാക്കിയിട്ടുള്ള ഒരു കമ്മീഷനായിട്ടല്ല, പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും പ്രശ്നപരിഹാരത്തിനുതകുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനുമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അവരാ ഉത്തരവാദിത്വം നിറവേറ്റി. യഥാർത്ഥത്തിൽ എനിക്കിപ്പോൾ പറയാനുള്ളത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ വന്നിട്ടുള്ള പൊതു താൽപ്പര്യ ഹർജിയും മലയാള സിനിമാ രംഗത്ത് നിർണായകമായിട്ടുള്ളൊരു വഴിത്തിരിവാകാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഇത് മറ്റ് ഭാഷകളിലുള്ള സിനിമാ രംഗം ഇപ്പോൾ രാജ്യമാകെ വലിയ രൂപത്തിൽ ഉറ്റുനോക്കുന്ന ഒരു വാർത്തയായിട്ട് ഇത് പുറത്തു വന്നിരിക്കുകയാണ്. മറ്റ് ഭാഷകളിലുള്ള സിനിമാ രംഗത്തും എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക, സമഗ്രമായിട്ടുള്ള ഒരു സിനിമ പോളിസി ഉണ്ടാക്കിയെടുക്കാൻ ഉതകുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഇന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഈ പഠനത്തിന് വേണ്ടിയിട്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തങ്ങളെ നിയുക്തരാക്കിയിട്ട് എന്ന് പറയുന്നതോടൊപ്പം ഈ റിപ്പോർട്ടിൻ്റെ 37ാമത്തെ പാരഗ്രാഫിൽ അവർ പറഞ്ഞിട്ടുള്ളത്, വി അവോയ്ഡഡ് റെക്കോർഡിംഗ് ഓഫ് ദ നെയിംസ് ആൻഡ് അതർ ഡീറ്റെയിൽസ് ഓഫ് ദ വിറ്റ്നസ്സസ് ഇൻ ദർ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നൽകാൻ വേണ്ടി വന്നിട്ടുള്ള സഹോദരിമാരുടെ പേര് വിവരങ്ങളോ മറ്റും വെളിപ്പെടുത്താതെ വി അവോയ്ഡഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The task given to the committee is to study and report the problems faced by women in cinema, for which it is not necessary to mention the names of the persons who confided with us various facts ഫ്രം ദെയർ ഓൺ എക്സ്പീരിയൻസസ്. അപ്പോൾ ഈ റിപ്പോർട്ട് ലക്ഷ്യമിടുന്നത് മലയാള സിനിമാ രംഗത്ത് നടമാടുന്ന തെറ്റായിട്ടുള്ള പ്രവണതകളെ ഇല്ലായ്മ ചെയ്യാനും ഭാവിയിലെങ്കിലും ഒരു നല്ല സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്താനും സ്ത്രീകൾക്ക് അഭിമാനത്തോടുകൂടി ജോലി ചെയ്യാവുന്ന അവസ്ഥ സൃഷ്ടിക്കാനുമുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആ റിപ്പോർട്ട് ഇത് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുടർ പരിശോധനകളിലൂടെ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം സമഗ്രമായിട്ടുള്ള രൂപത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് എന്താണ് ഫർദർ ആക്ഷൻ എന്നുള്ളതിനെ സംബന്ധിച്ച് കോടതി തന്നെ അഭിപ്രായം പറയുമെന്നാണ്. ഇവിടെ ശ്രീ മഹേഷ് സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി, സീരിയൽ രംഗത്തുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ. തീർച്ചയായിട്ടും അവർ വനിതാ കമ്മീഷനെ സമീപിച്ചിരുന്നു.
സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഒത്തുചേർന്നുകൊണ്ട് ഞങ്ങളെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് വിവിധ സംഘടനകളെ അണിചേർത്തുകൊണ്ട് ഒരു സീരിയൽ ആക്ട്രസുമാർ, ടെക്നീഷ്യൻസ്, ഹെയർ ഡ്രസ്സേഴ്സ്, ബ്യൂട്ടീഷ്യൻസ് ഇവരൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ ഒരു പബ്ലിക് ഹിയറിംഗ്, ഒരു പൊതു നിലപാട് എന്താണ് എന്നറിയാനുള്ള പബ്ലിക് ഹിയറിംഗ്, ഒരു തുറന്നു പറച്ചിലിന് വേദിയൊരുക്കിക്കൊണ്ട് വനിതാ കമ്മീഷൻ നടത്തിയിട്ടുള്ള പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സീരിയൽ ആർട്ടിസ്റ്റും ഇപ്പോൾ പ്രതീക്ഷയോടുകൂടിയിട്ട് ഉറ്റുനോക്കുകയാണ്. സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളുമുണ്ട്. ഞങ്ങളുടെ തൊഴിൽ മേഖലയിലും പരാതി പരിഹാര സംവിധാനമില്ല, വനിതാ കമ്മീഷൻ്റെ ഇടപെടൽ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. ഇത് മലയാള സിനിമാ രംഗത്ത്, സീരിയൽ രംഗത്ത് മാത്രമല്ല എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് നിയമപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട് എന്നും ആ അവകാശങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി യോജിച്ചു നിൽക്കണമെന്നുള്ള ധാരണ വർദ്ധിപ്പിക്കാൻ ഇടവരുത്തും. ഇത് വലിയ രൂപത്തിലുള്ള നിർണായകമായിട്ടുള്ളൊരു വഴിത്തിരിവായിട്ട് ഈ പൊതു താൽപര്യ ഹർജിയുടെ ഭാഗമായിട്ടുള്ള നടപടികൾ തുടക്കം കുറിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒരു ദശാബ്ദക്കാലമായിട്ട് നിലനിൽക്കുന്ന നിയമമാണ്, 2013 കൊണ്ടുവന്നിട്ടുള്ള നിയമം. ആ നിയമം അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനം തൊഴിലിടങ്ങളിലില്ല എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചതോടുകൂടി ആ കാര്യത്തിലും നടപടികൾ ഉണ്ടായിട്ടുണ്ട്. വനിതാ കമ്മീഷന്റെ സഡൻ വിസിറ്റൊക്കെ തന്നെ ചില ഷൂട്ടിംഗ് സൈറ്റുകളിൽ ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെല്ലാനും പരിശോധന വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിൽ താങ്കൾ തന്നെ കഴിഞ്ഞ ചർച്ചയിൽ അത് സൂചിപ്പിച്ചു. കഴിഞ്ഞ ചർച്ചയിൽ താങ്കൾ ഇത് സൂചിപ്പിച്ച എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പാർവതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, പല തീരുമാനങ്ങളും നടപ്പാക്കിയെടുത്ത് പൂർണ്ണതയിലേക്കെത്താൻ സമയമെടുക്കും. അത് മലയാള ചലച്ചിത്ര രംഗത്തെ WCCയുടെ ഭാഗമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട നടി പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. തിടുക്കം കാട്ടുന്നവരോട് സമയമെടുക്കും എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ അടിയന്തരമായി ചെയ്യേണ്ടത് എന്ത് എന്ന ചോദ്യത്തിനോ അല്ലെങ്കിൽ അതിനോ അവരുടെ ഒരു ഡിമാൻഡ് ഞാനത് താങ്കളുടെ ശ്രദ്ധയിലേക്ക് വെക്കാം. അവിടെ പാർവതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ IC പ്രാവർത്തികമാകണം. താങ്കൾ തന്നെ പറഞ്ഞു പലയിടത്തും അതില്ല എന്ന്. പലയിടത്തുമില്ല. ഇതില്ലാതെ സിനിമ എടുക്കാൻ അനുവദിക്കരുത്, ശക്തമായ നടപടി വേണം. ഇത് ശക്തമായി സർക്കാരിന് ഫലപ്രദമായി നടപ്പാക്കാവുന്നതാണ്. അവിടെ സർക്കാരിൻ്റെ കൈക്ക് പിടിക്കാൻ ഒരു പവർ ഗ്രൂപ്പും വരില്ല. തീർച്ചയായിട്ടും നിയമം അനുശാസിക്കുന്ന വിധത്തിൽ പരാതി പരിഹാര സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണം എന്നുള്ളത് അത് നിയമമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ലെങ്കിൽ അതൊരു പീനൽ പ്രൊവിഷനും കൂടി ആ ആക്ടിലുണ്ട്. പനിഷബിളാണ്. 50,000 രൂപ വരെ പിഴ ഈടാക്കാം. ഈ കുറ്റകൃത്യം ആവർത്തിക്കപ്പെടുന്ന സമയത്ത് പിഴ വർദ്ധിപ്പിക്കാനുള്ള അധികാരമുണ്ട്. അത്തരത്തിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനുള്ള ഒരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മേഖലയിൽ സമ്പൂർണ്ണമായിട്ട് പരാതി പരിഹാര സംവിധാനം ഉറപ്പുവരുത്താനാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ കാണുന്നത്. ഞാൻ ശ്രീ മഹേഷ്, ഇപ്പോൾ മഹേഷ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിരന്തരം വരുന്നുണ്ട്, താങ്കളുടേതായ അഭിപ്രായം പറയുന്നു. ഞാനത് പറയുമ്പോൾ നേരത്തെ നടി ആക്രമിക്കപ്പെട്ട കാലം മുതൽ ചർച്ചകളിൽ ഒരു നിലപാടെടുത്ത് ചർച്ചകളിലൊക്കെ വന്നിട്ടുള്ളയാളാണ്. ഇപ്പോഴും വളരെ ശക്തമായി സ്വന്തം അഭിപ്രായം പറയുന്നു. ഇന്നിപ്പോൾ തന്നെ നോക്കിയാൽ നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നടി ഉഷ, താങ്കൾക്കറിയാം, താങ്കളുടെ സുഹൃത്താണ്, പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ ചില അനുഭവങ്ങളെക്കുറിച്ച്, ഒരു സംവിധായകൻ്റെ ഭാഗത്തു നിന്ന് മോശപ്പെട്ട സമീപനം ഉണ്ടായതിനെക്കുറിച്ച് നേരിട്ട് പറയുന്ന സാഹചര്യം ഇന്നുണ്ടായി. പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു കാര്യം. സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി ഇതേക്കുറിച്ച് പറഞ്ഞു. നിശബ്ദതയല്ല വേണ്ടത് ഈ റിപ്പോർട്ടിനെ തുടർന്നുള്ള കാലത്ത് എന്ന് പറയുന്നതിൽ ഒരുപാട് മാനങ്ങളില്ലേ. നിങ്ങളൊക്കെ വ്യക്തിപരമായി അഭിപ്രായം പറയുമ്പോൾ നിങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ സംഘടനകൾ ഇത്ര ദിവസമായിട്ടും പുലർത്തുന്ന മൗനം അതെങ്ങനെ ഉൾക്കൊള്ളാനാവും, എങ്ങനെ അംഗീകരിക്കാനാവും? അവർ മൗനത്തിലൊന്നും ഇരിക്കുകയല്ല ശരത്തെ. അവർക്കൊന്നാമത് ഇപ്പം എൻ്റെ സംഘടന അമ്മയാണ് അങ്ങ് ഉദ്ദേശിച്ചതെങ്കിൽ മെനഞ്ഞാന്നാണ് മഴവിൽ മനോരമയുടെ അവാർഡ് ദാനം, അതിൻ്റെ പ്രോഗ്രാം മറ്റു കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു. ഇനിയിപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ എല്ലാ നടന്മാരും നടിമാരും ഒക്കെ തന്നെ ആ സംഘടന തന്നെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്നതാണ്. ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവരെ എല്ലാവരും തന്നെ നിങ്ങൾ കാണുന്ന പലരെയും പോലെ ഒരുപാട് ഇത്തരം വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവരൊന്നും ആവണമെന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇതിനെ പ്രതികരിക്കുക തന്നെ വേണമായിരുന്നു.
ഇനിയിപ്പോൾ ഈ 2 ദിവസത്തിനകത്ത് ഈ 2 ദിവസം കഴിഞ്ഞു അവർ പ്രതികരിച്ചിട്ടില്ല. എൻ്റെ ഒരു വിശ്വാസം നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഈ ഉടൻ തന്നെ അവർ പ്രതികരിക്കുന്നത് തന്നെയാണ്. എൻ്റെ തൊട്ട് മുമ്പ് അതായത് രാമേന്ദ്രൻ സാറ് പറഞ്ഞു, ഞാനൊരു ഇഷ്യൂ പറഞ്ഞതിനകത്ത് എൻ്റെ ഭാഷയുടെ പ്രശ്നം പറഞ്ഞു. അങ്ങ് ക്ഷമിക്കണം കേട്ടോ, ഞാൻ അങ്ങനെ മോശമായിട്ടുള്ളൊരു ഭാഷ പറഞ്ഞിട്ട് അങ്ങയെ ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ കളത്തിൽ ഇറങ്ങി കളിക്കുന്ന ഒരാൾക്ക് എന്നുള്ള നിലയിൽ എനിക്കറിയാവുന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഗാലറി ഇരിക്കുന്ന അങ്ങേക്ക് അത് മനസ്സിലാവണമെന്നില്ല. അങ്ങ് അല്ലെങ്കിൽ ഈ കേട്ടറിവ് വെച്ചിട്ടായിരിക്കും അങ്ങ് ഇത് സംസാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് കേട്ടോ. അങ്ങ് എൻ്റെ ഭാഷയുടെ പ്രശ്നത്തിലാണെങ്കിൽ അങ്ങ് സദയം എന്നോട് ക്ഷമിക്കുക. ഇനി ഞാൻ പറഞ്ഞോട്ടെ, പ്രശ്ന പരിഹാരം സർക്കാരിന് എത്രത്തോളം ചെയ്യാൻ സാധിക്കും? ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു. ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ ഈ മിസ്സിംഗ് ആയിട്ടുള്ള 80 പേജ് ഉൾപ്പെടെ ആരുടെയെങ്കിലും പേരുകൾ പറഞ്ഞുകൊണ്ട് ഒരു മൊഴി വന്നിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനകത്ത് ഒരു പ്രതിവിധി കണ്ടെത്തിക്കൊണ്ട് ശാശ്വതമായ പരിഹാരം കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് ശാശ്വതമായ പരിഹാരവും എന്താ പറയേണ്ടത്, മാതൃകാപരമായിട്ട് ശിക്ഷിച്ചാൽ മാത്രമേ ഇതിനകത്തൊരു ഭയമുണ്ടാവുള്ളൂ. നമ്മളെന്തുകൊണ്ടാണ് നിയമത്തെ ഭയക്കുന്നത്? കാരണം അത് നമ്മുടെ പരിരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുകയും നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്തുകൂടാ എന്ന് കൃത്യമായിട്ട് പറയുന്നത് കൊണ്ട് നമ്മൾ അതിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ നിയമത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു, അല്ലേ? ശരിയല്ലേ? ഇവിടെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ എത്രയോ കേസുകൾ പോയിട്ടുണ്ട്. എത്ര എണ്ണത്തിന് കോടതിയിൽ ഒരു തീർപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തെളിവുകൾ വേണം. പല തെളിവുകളും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, ഓഡിയോ അങ്ങനെയുള്ള തെളിവുകൾ. ഇപ്പം കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തവരെല്ലാം മാതൃകാപരമായിട്ട് ശിക്ഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെ വാദം. പിന്നെ ഈ WCC മാത്രമല്ല, ഇതിനെപ്പറ്റി പ്രതികരിച്ച പലർക്കും തന്നെ തൊഴിലിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയാനല്ലേ. ഈ WCCയിൽ തന്നെ ഇപ്പോൾ പാർവതി ഏറ്റവും കൂടുതൽ നല്ല വേഷങ്ങൾ ചെയ്യുകയും നല്ല സിനിമയുടെ ഭാഗമാകുകയും ഇപ്പോൾ അടിയൊഴുക്ക് ഇപ്പോൾ അവസാനം ഇറങ്ങിയതാണെങ്കിൽ അതിന് മുമ്പ് അവർക്ക് വേഷങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് വേഷമില്ല എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇതിനകത്തുള്ളവർക്ക് വേഷമില്ലാതായത് അവരവരുടെ കഴിവും മറ്റു കാര്യങ്ങളും അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, അമ്മ അസോസിയേഷനിൽ ഈ WCCയിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല. അമ്മ അസോസിയേഷനിൽ 350-ന് മേലെ നടിമാർ അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് സംഘടനയിൽ ഞങ്ങൾക്ക് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ നിൽക്കുന്നുണ്ട്. സംഘടനയിലുള്ളവർ തന്നെ ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതൃപരമായിട്ട് ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഒരു വാക്കും കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ മാഡം പറഞ്ഞതുപോലെ സീരിയലിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുൻകൈ എടുത്തതിന് അങ്ങയോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം സിനിമയേക്കാളേറെ തുച്ഛമായ ശമ്പളമാണ്, അതുപോലും കിട്ടുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഷെഡ്യൂളിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഷെഡ്യൂളിൽ മുഴുവനും പോലും കിട്ടില്ല പലർക്കും. മനസ്സിലായില്ലേ? വലിയ വലിയ നടന്മാർക്ക് കിട്ടും, അല്ലെങ്കിൽ പ്രതികരിക്കുന്നവർക്ക് കിട്ടും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതികരിച്ചു കഴിഞ്ഞാൽ പടമാകും, അല്ലെങ്കിൽ വേറെ ആൾ വേഷം ചെയ്യും. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ നടിമാരുടെ ആയിക്കോട്ടെ നടന്മാരുടെ ആയിക്കോട്ടെ. ഈ നടിമാരുടെ കാര്യം ഒരു കാര്യം കൂടെ പറയാം. അവർക്ക് കിട്ടുന്ന തുച്ഛമായ വേതനത്തിൻ്റെ പകുതി കൂടുതൽ കാശും അവർക്ക് ഈ വസ്ത്രങ്ങൾ മേടിക്കേണ്ടി വരുന്നു. സിനിമയിലാണെങ്കിൽ കോസ്റ്റ്യൂമർ നിർമ്മാതാവിൻ്റെ ചിലവിൽ കോസ്റ്റ്യൂം കൊടുക്കും. സീരിയലിൽ അങ്ങനെയല്ല. ഈ പാവപ്പെട്ട നടിമാർ തന്നെ സ്വന്തം കാശിൽ പൈസ മുടക്കിയിട്ട് ഈ വസ്ത്രങ്ങൾ മേടിക്കണം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് അവർക്ക് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയെക്കൊണ്ട് അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം തീർച്ചയായിട്ടും മാഡം മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിനിമയിൽ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം. മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന തുല്യ വേതനം നടക്കുന്ന കാര്യമല്ല. ഞാൻ പറയണം, സർക്കാരിന് അതിനകത്ത് ഒന്നും ചെയ്യാൻ ഒക്കില്ല. വെറുതെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ തുല്യ വേതനം മാർക്കറ്റിങ്ങിനനുസരിച്ച് മാർക്കറ്റ് വാല്യൂ ഉള്ളതനുസരിച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ വേഷങ്ങൾ ഉറപ്പാക്കണം. എനിക്ക് വർഷം 2 സിനിമ വേണം എന്ന് പറഞ്ഞാൽ ഇത് തീരുമാനിക്കുന്നത് വേറെ ചിലരാണ്. സർക്കാരിന് അതിനകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ യുക്തി വെച്ച് ആലോചിക്കാം, അതൊന്നും നടക്കണ കാര്യമില്ല. മുഖ്യമന്ത്രി അതേക്കുറിച്ച് പറഞ്ഞത് ഇത്തരം അനാവശ്യ മാർഗരേഖകൾ സിനിമയ്ക്ക് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ശ്രീ GP രാമചന്ദ്രൻ, മലയാള സിനിമയെ സംബന്ധിച്ച് അടിയന്തരമായി ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളില്ലേ? ആ നിലയിൽ നമ്മൾ മുമ്പ് സംസാരിച്ചതുപോലെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആ സിനിമാ മേഖല എത്രമാത്രം മോശപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് വളരെയധികം പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട് നിൽക്കുന്ന ഒരു കാലമല്ലേ?
ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറഞ്ഞതുപോലെ സംഘടനകളുടെ മൗനം, അതുപോലെ തന്നെ അവസരങ്ങൾ ഒഴിവാക്കുന്നതിന് പറയുന്ന ന്യായങ്ങൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. വളരെ ബോധപൂർവമായ ഒഴിവാക്കലുകൾ സംഭവിക്കുന്നു. ഇപ്പോൾ പാർവതിയുടെയൊക്കെ സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ ആ നടി ഉദാഹരണത്തിന് പറയുന്നു എന്നുള്ളൂ. ആ നടിയുടെ ഒരു സമീപകാലത്തെ കാലിബറുള്ള അഭിനേത്രികളുടെ കൂട്ടത്തിൽ അവരുടെ കഴിവിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ അവർക്ക് മലയാളത്തിൽ ചെയ്യാനാകുന്നുണ്ടോ എന്നൊരു പ്രശ്നമുണ്ട്. സിനിമ ഇറങ്ങുന്നതിന് ഒരു കുറവും വരുന്നില്ല. പക്ഷേ എവിടെയൊക്കെയോ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കി നിർത്തലുകൾ സംഭവിക്കുന്നു. അതുപോലെ മനോഭാവത്തിൻ്റെ തിരുത്തൽ വലിയ തോതിൽ വരുത്തേണ്ടതുണ്ട്. സംഘടനകൾ പുലർത്തുന്ന മൗനം എന്നതിൻ്റെ ഒരു രീതി ശാസ്ത്രം എന്താണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവർ ആശങ്കപ്പെട്ട് മിണ്ടാതിരിക്കുന്നതാണോ, പറയാനില്ലാത്തതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണോ, അതോ ഒരു തയ്യാറെടുപ്പിൻ്റെ കാലമാണോ? മനസ്സിലാവുന്നില്ല അത്. ശ്രീ ജി പി. ഇത് യഥാർത്ഥത്തിൽ ഇതിൽ നമ്മുടെ വിശകലനത്തെ സംബന്ധിച്ച് തന്നെ ബേസിക്കായൊരു പ്രോബ്ലമുണ്ട്. കാരണം ഇപ്പോൾ ഇത് മലയാള സിനിമയിൽ വളരെ മലയാള സിനിമ ഈ രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയിട്ട് മലയാള സിനിമയ്ക്ക് വലിയ അപമാനമാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ മറ്റൊരു രീതിയിൽ, ഇപ്പോൾ പാർവതി തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഇത് മലയാള സിനിമയ്ക്ക് ഒരു അഭിമാനമാണ്. കാരണം ഞങ്ങളിത് ആ തിരുത്തലിന് തയ്യാറായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ തിരുത്തലിന് തയ്യാറാവുമ്പോൾ ഒരു ആത്മവിമർശനത്തിന് നേരത്തെ പറഞ്ഞ ഈ പവർ ബ്രോക്കേഴ്സോ അല്ലെങ്കിൽ പവർ സെൻറ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ മാഫിയ എന്ന് പറയുന്ന ആളുകളും അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള ആളുകളും തയ്യാറുണ്ടോ എന്നുള്ളതാണ് ജനസമൂഹത്തിന് ചോദിക്കാനുള്ളത്. കാരണം ഇതിൽ 3 സെഷനായിട്ടാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ വത്സരകുമാരിയുടെ ഇതിൽ വളരെ ഒരു തിയറിറ്റിക്കൽ പേപ്പർ പോലെ തന്നെ അതിൽ സിനിമകളിൽ എങ്ങനെയാണ് സ്ത്രീകൾ നിശബ്ദരാക്കപ്പെടുന്നത് എന്നത് പല സിനിമകളിൽ ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളമടിച്ച് കോൺതിരിഞ്ഞ് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ വന്നു. വേറൊന്നിൽ നീ വെറും പെണ്ണാണടി എന്ന് പറഞ്ഞു. വേറൊന്നിൽ പറഞ്ഞു നിനക്ക് ഞാനൊന്ന് അടിഞ്ഞു പെരുമാറിയ നീ 9 മാസം കിടക്കും. ഇത്തരത്തിലുള്ള വളരെ സ്ത്രീകളെ തന്നെ മുഴുവനായിട്ടും സ്ത്രീകൾ അടിച്ചമർത്തുന്ന അതിന് വനിതാ കമ്മീഷൻ പോലും പലപ്പോഴും ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വിമർശനാത്മകമായ കാര്യങ്ങളെ ഒക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോൾ പലപ്പോഴും സിനിമയിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതായത് WCCക്ക് ശേഷം നമ്മുടെ പ്രമേയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചിട്ടുള്ള അതൊക്കെ പരിഹസിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് മലയാള സിനിമയുടെ ഒരു അഭിമാനമായിട്ടാണ് ഈ കാണേണ്ടത്. ഈ തിരുത്തലിനെ, ആ തിരുത്തലിന് പ്രേരിപ്പിച്ച നേരത്തെ പറഞ്ഞ അപ്പോൾ അതിന് തിരുത്തലിന് തയ്യാറാവാത്ത ഒരു സംഘടനകളായാലും പവർ മാഫിയകളായാലും അല്ലെങ്കിൽ വലിയ വലിയ കൊമ്പന്മാരായാലും അവരെല്ലാം ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്കാണ് പോകുന്നത് എന്ന യാഥാർത്ഥ്യം അവരിപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം അത് സമൂഹത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ എത്ര വലിയ ആളുകൾ തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യത്തിൽ നമ്മൾ കണ്ടിട്ടില്ല, ലോകത്തിൽ കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ തന്നെ സിനിമയിൽ ഇവരെല്ലാം ഞങ്ങൾക്ക് എല്ലാ കാലത്തും നിൽക്കാൻ കഴിയും, ഞങ്ങൾക്ക് അടിച്ചമർത്താൻ കഴിയും, ഞങ്ങൾക്ക് സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവരെ പുറത്താക്കാൻ കഴിയും. ഇപ്പോൾ ഇവർ മാർക്കറ്റിങ്ങിൻ്റെ റേറ്റ് ഇവർ പറയുന്നു. ഇവരെങ്ങനെയാണ് ഓരോ പടത്തിൻ്റെ പ്രൊമോഷൻ വന്നു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് മാത്രം, നടന്മാർക്ക് മാത്രം അതിൻ്റെ ലാഭം കൊടുക്കുകയും പടം വിജയിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്? ഇതിൻ്റെ ന്യായം എവിടെയാണുള്ളത്? അപ്പോൾ അത്തരത്തിലുള്ള കരാറുകൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഇതെല്ലാ കാര്യങ്ങളും ഇവിടെ ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മനസ്സിലാക്കുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് സിനിമാ രംഗം തയ്യാറുണ്ടോ, സിനിമാ വ്യവസായം തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് ഇതുള്ളത്. ഇത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാള സിനിമ എന്നുള്ളത് ഒരു സ്വാഭിമാന പ്രസ്ഥാനമാണ്. അത് ഐക്യ കേരളത്തിൻ്റെയും കേരളീയ നവോത്ഥാനത്തിന് തുടർച്ചയായിട്ടാണ് ആ സിനിമ വന്നത്. അതിനെ ഒരു അപമാനമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചില ആളുകളുടെ പവറിന് വേണ്ടിയിട്ടും അവർക്ക് തെരുവിൽ ആക്രമിക്കുന്നതിന്, നടിയെ ആക്രമിച്ചിട്ട് രക്ഷപ്പെടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഒളിമറയോ അതിൻ്റെ ഒരു മുഖമറയോ ആയിട്ട് മലയാള സിനിമ ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് WCCയും അതിനെ തുടർന്ന് ഗവൺമെൻറ് അതിനോട് നേരത്തെ അഡ്വക്കേറ്റ് സതീദേവി പറഞ്ഞതുപോലെ, വനിതാ കമ്മീഷൻ പറഞ്ഞതുപോലെ ഗവൺമെൻറ് അതിനോട് ഇതാക്കിയിട്ട് ഹേമ കമ്മിറ്റിനെ ഫോം ചെയ്തതും റിപ്പോർട്ട് പുറത്തു വന്നതും. അപ്പോൾ ആ ഒരു ഇത് നമ്മൾക്ക് ആ ഒരു പോസിറ്റീവായ ആസ്പെക്റ്റ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് എന്തെങ്കിലും ഈ നേരത്തെ പറഞ്ഞ അതിൽ വിവാദങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. ആ ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നേരം വെളുത്തു എന്ന് പറയില്ല, നാടൻ ഭാഷ തന്നെ പറയാം, നേരം വെളുത്തു കഴിഞ്ഞു. ഓക്കെ, തീർച്ചയായും ആ നിലയിൽ ആളുകൾ ഇതിനെ ശക്തമായി വിലയിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ തുല്യവേതനം എന്നത് അപ്രായോഗികമാണ് എന്ന് വരുമ്പോഴും ചെയ്ത ജോലിക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന പ്രശ്നം മലയാള സിനിമയിൽ നിന്ന് നിരന്തരം പല കോണിൽ നിന്നും ഉയർന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെയാണ് അതിനൊരു എഴുതപ്പെട്ട രേഖാപരമായിട്ടുള്ള ഒരു കരാറുണ്ടാകണം എന്നതുപോലെയുള്ള ആവശ്യങ്ങൾ ഉയരുന്നത്. അത് ഈ കമ്മിറ്റി ഹേമ കമ്മിറ്റി മുന്നോട്ടും വെച്ചിട്ടുള്ള, നേരത്തെ ശ്രീ മഹേഷ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയുടെ അവസാന മിനിറ്റുകളിലേക്ക് വേഗം വരാം. ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ വിദേശത്ത് പഠിച്ച ഡോക്ടറായാലോ? വിസിറ്റ് studyworldonline.com. Happy Jams,
സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ. ഹാപ്പി കീപ്സ് എവറിബഡി ഹാപ്പി. ക്ലാസുകൾ ഫോളോ ചെയ്യാനും നന്നായി പഠിക്കാനും കോൺഫിഡൻസോട് കൂടി ക്ലാസ്സിനെ ഫേസ് ചെയ്യാനും മനസ്സറിഞ്ഞ് നന്നായി ചിരിക്കാനും എനിക്ക് കഴിഞ്ഞെങ്കിൽ ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് വിന്നേഴ്സ്. നൗ ഐ ആം എ വിന്നർ. അയ്യോ, സോപ്പ് വേണ്ട, പൊടിയും വേണ്ട, പിന്നെ പുതിയ സോപ്പിക്. ഇത് മെഷീനിലടിയില്ല, വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിക്കില്ല. വസ്ത്രങ്ങൾക്ക് സുഗന്ധവും കൈകൾക്ക് മൃദുത്വവും. ഇനി വസ്ത്രങ്ങളുടെ വൃത്തിക്ക് സോപ്പും പൊടിയും വേണ്ട, സോപ്പിക്. ഉയർന്ന ജോലി സാധ്യതകളുള്ള അമേരിക്കൻ അക്രഡിറ്റേഷനോട് കൂടിയ അഡ്വാൻസ്ഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഇനി ഇന്ത്യയിലും. ജീവിതത്തിലെ മികച്ച മാറ്റങ്ങൾക്കായി ഇനി പഠിക്കാം ഐബിസിലൂടെ. ബോച്ചി വാങ്ങൂ, ലക്കി ഡ്രോ ടിക്കറ്റ് സ്വന്തമാക്കൂ. ലക്കി ഡ്രോയിലൂടെ ഭാഗ്യവാന്മാർക്ക് ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നീ സമ്മാനങ്ങൾ. കൂടാതെ ദിവസേന ആയിരക്കണക്കിന് ക്യാഷ് പ്രൈസുകളും. ബമ്പർ സമ്മാനം 25 കോടി രൂപ. www.bochetti.com സന്ദർശിച്ചോ. ബോച്ചെട്ടി സ്റ്റോറുകൾ, ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഷോറൂമുകൾ, ബോച്ചെ ഗോൾഡ് ലോൺ സ്ഥാപനങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്നും ബോച്ചെട്ടി വാങ്ങാം. നറുക്കെടുപ്പിലൂടെ ദിവസേന സമ്മാനങ്ങൾ സ്വന്തമാക്കാം. നറുക്കെടുപ്പ് എല്ലാ ദിവസവും രാത്രി 10:30. ബോച്ചെ പാർട്ണർ ബിസിനസ് അവസരങ്ങൾക്ക് ബന്ധപ്പെടൂ 7034187000. ബോച്ചെട്ടി സൂപ്പർ സ്ട്രോങ്. ചായ കുടിക്കൂ, കോടീശ്വരനാക്കൂ. ഉയർന്ന ജോലി സാധ്യതകളുള്ള അമേരിക്കൻ അക്രഡിറ്റേഷനോട് കൂടിയ അഡ്വാൻസ്ഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഇനി ഇന്ത്യയിലും. ജീവിതത്തിലെ മികച്ച മാറ്റങ്ങൾക്കായി ഇനി പഠിക്കാം ഐബിസിലൂടെ. കരുത്തുകൊണ്ട് മാത്രം ചാമ്പ്യൻ ആവില്ല, വഴക്കം കൂടിയുള്ളവരാണ് ചാമ്പ്യൻ. ഏത് വെല്ലുവിളിക്കും തയ്യാർ. ശ്യാം സ്റ്റീൽ ഫ്ലെക്സി സ്ട്രോങ് TMT റീബാർ. This news brought to you by സുനാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. VTM for the joy of cooking. Vogue V1. Malabar Gold and Diamonds. The responsible jeweler. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയത്തിലേക്ക് എത്തുകയാണ്. വളരെ ചുരുക്കത്തിൽ 3 പേരിലേക്കും. ഇവിടെ ശ്രീമതി സതീദേവി, ഇതിപ്പോൾ മലയാള സിനിമയിലെ പുരുഷ നേതൃത്വം എന്ന് പറയുന്ന നിലയിൽ കൂടി കാണുന്നത് നല്ലതായിരിക്കും. അവരുടെ ഒരു പൊതു വികാരം അല്ലെങ്കിൽ ഒരു വിചാരം ഇത് അടച്ചാക്ഷേപിക്കലാണ്, സിനിമയെ ആകെ നശിപ്പിക്കുന്നു, നാണം കെടുത്തുന്നു, അടച്ചാക്ഷേപിക്കുന്നു എന്നൊരു ഒരു പൊതുബോധത്തിലോ ഒരു വിശ്വാസത്തിലോ ഒക്കെ നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ട് പലപ്പോഴും പല അഭിപ്രായങ്ങളും കേൾക്കുമ്പോൾ. അങ്ങനെ ഒരു അടച്ചാക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പല സിനിമാ നടികൾ തന്നെ ഇക്കാര്യം പറയുകയുണ്ടായി. എല്ലാവരും ഒരു ആരോപണത്തിന് വിധേയരാണ് എന്നുള്ള രൂപത്തിൽ ആരും കാണുന്നില്ല. തീർച്ചയായും ഇന്നിപ്പോൾ പൊതുതാൽപര്യ ഹർജി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് 10-ാം തീയതി, സെപ്റ്റംബർ 10-ാം തീയതി സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലിടയ്ക്ക് ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ട് എന്താണ് ഭാവിയിൽ ചെയ്യേണ്ടത്, ഒരു സ്ത്രീ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ, സ്ത്രീയുടെ കൂടെ സാന്നിധ്യം കൊണ്ട് മാത്രമേ മലയാള സിനിമയുടെ പുരോഗതി ഉണ്ടാവൂ എന്ന് കാണാനും, സ്ത്രീകളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ, അവരുടെ ടാലൻറ്റ് ഈ മലയാള സിനിമാ വ്യവസായത്തിൻ്റെ പോഷണത്തിന് വേണ്ടി വളരെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും എന്നാണ് ഞാൻ കരുതുന്നത്. ഹൈക്കോടതിയുടെ ഈ തീരുമാനം വരുന്നതോടുകൂടി ഭാവിയിൽ സ്വീകരിക്കേണ്ടുന്ന നടപടികളെ സംബന്ധിച്ച് സർക്കാർ കൂടി തീരുമാനിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കലായിരിക്കും ഈ സാഹചര്യത്തിൽ ഉണ്ടാവുക എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചത്. ശ്രീ മഹേഷ്, ഇതിൽ നേരത്തെ ശ്രീ GP രാമചന്ദ്രൻ പറഞ്ഞതുപോലെ തിരുത്താൻ തയ്യാറായേ പറ്റൂ, അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്കായിരിക്കും പലരും പോവുക എന്നുള്ളതുകൂടി ഓർക്കണം എന്നതൊരു ശക്തമായ മുന്നറിയിപ്പാണ്. ഈ നാട്ടിൽ നടക്കുന്ന ചർച്ചയിൽ നിന്ന് അത് മനസ്സിലാക്കുന്നുണ്ടോ സിനിമാ രംഗത്ത് ഇപ്പോൾ ഇത്തരം വിമർശനങ്ങൾക്കും പലവിധ ആരോപണങ്ങൾക്കും വിധേയമായി നിൽക്കുന്നൊരു അന്തരീക്ഷമുണ്ട്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതൊരു പ്രധാന പ്രശ്നമല്ലേ? അല്ല, തിരുത്തലുകൾ ആവശ്യം തന്നെയാണ്. അതിപ്പോൾ കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ നിന്ന് പഠിച്ചിട്ട് തിരുത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ വീണ്ടും സങ്കീർണമാവത്തേ ഉള്ളൂ. ഇപ്പോൾ അതിനൊരു തുടക്കം കുറിച്ചിട്ടുണ്ടെന്നുള്ളതിന് ഒരു തെളിവായിട്ട് ഞാൻ പറയാമെന്ന് വെച്ചാൽ, ഈ അമ്മയും ഫെഫ്കയും നിർമ്മാതാക്കളുടെ സംഘടനയെല്ലാം കൂടെ ചേർന്ന്, നിങ്ങൾക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ താരങ്ങൾക്കിടയിൽ ജോലി സമയത്ത് ലഹരി ഉപയോഗിക്കുന്ന കാര്യം, അതിനിപ്പോൾ ഏറെക്കുറെ 100% അത് ജോലി സമയത്തോ അല്ലെങ്കിൽ ലൊക്കേഷനിലോ അത്തരം ഉപയോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പോയതിന് ശേഷം എന്താണ് അവർ ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പം അങ്ങനെ ഉള്ള ഒരു വൃത്തിയാക്കുന്ന പ്രവൃത്തി എല്ലാ തലങ്ങളിലും എല്ലാ തലത്തും വരണം.
തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രശ്നങ്ങളില്ലാത്ത ഒരു എൻവയോൺമെൻറ്റ് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഉണ്ടാവണം അവരുടെ ജോലി സ്ഥലത്ത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ജി പി രാമചന്ദ്രൻ, ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിശ്ചയമായും ആ തിരിച്ചറിവ് ഉണ്ടായേ പറ്റൂ. അതിനൊക്കെയുള്ള വിവേകമുള്ള മനുഷ്യരാണെന്ന് ധരിച്ചല്ലേ പറ്റൂ. തീർച്ചയായും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുത്തലുകൾക്ക് തയ്യാറാവുക എന്നത് ഒരു ഔദാര്യമല്ല. ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയുടെ ഒറ്റ വാചകത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിക്കാൻ നമുക്കൊരു ആധുനിക ക്ഷേമരാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനയാണ്. അപ്പോൾ ആ ഒരു ആധുനിക ക്ഷേമരാഷ്ട്രത്തിന് യോജിച്ച, കാരണം ഇന്ത്യയിൽ 49 തന്നെ കേന്ദ്ര ഗവൺമെൻറ് എസ് കെ പാട്ടീൽ കമ്മിറ്റി, ഫിലിം എൻക്വയറി കമ്മിറ്റി ഉണ്ടാക്കിയ രാഷ്ട്രമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ സിനിമ വളരെ പ്രധാനമാണ്. സിനിമയെ സംബന്ധിച്ച് കാരണം ഇന്ത്യൻ റിപ്പബ്ലിക്ക് സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ ഫിലിം എൻക്വയറി കമ്മിറ്റി ഉണ്ടാക്കിയ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ച കേരളത്തിലൊക്കെ തന്നെ അത് ഇന്ത്യ രാഷ്ട്രം തന്നെ ഇന്ന് പല രീതിയിലുള്ള ഭീഷണികൾ നേരിടുമ്പോൾ നമ്മളതിനെ ഇന്ത്യയെ നിലനിർത്തുമെന്ന് പറയുന്ന പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥലമാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാള സിനിമ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അഭിമാനകരമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പായൽ കപാഡിയ കാൻ ഫെസ്റ്റിവലിൽ തന്നെ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ വനിതകൾക്കുള്ള 1.5 കോടിയുടെ സബ്സിഡി ഇത് തന്നെ കൊടുക്കുന്നു. ഗ്രാൻഡ് പ്രൊഡക്ഷൻ ഗവൺമെൻറ് നിർവഹിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൊആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് പ്രേക്ഷകരെയും അതുപോലെ തന്നെ ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റ്, നിരൂപകർ, മറ്റ് സാംസ്കാരിക സംഘടനകൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു സുപ്രധാനമായ ഒരു വളരെ ഐക്യത്തോടു കൂടിയിട്ടുള്ള ഒരു മുന്നേറ്റം ഇതിലുണ്ടാകണം. അതിൽ തെറ്റുതിരുത്തുന്ന ആളുകൾക്ക് തെറ്റ് തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഔദാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതൊരു ഔദാര്യമല്ല, അത് നിയമപരമായും അതുപോലെ തന്നെ ആധുനിക ചിന്താഗതി വെച്ചുകൊണ്ട് ഇവിടെ മുന്നോട്ട് വന്നിട്ടുള്ള ഈ WCC ആണെങ്കിലും അതുപോലെ തന്നെ ഹേമ കമ്മിറ്റിയുടെ വളരെ സുദീർഘവും അതുപോലെ തന്നെ സുധീരവുമായ റിപ്പോർട്ട്, അതിലുള്ള നമ്മളുടെ എല്ലാം തന്നെ ജാഗ്രത, അതിൽ ആ ജാഗ്രതയിൽ ഒപ്പം തന്നെ ഗവൺമെൻറ്റും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നന്ദി ശ്രീ ജി പി രാമചന്ദ്രൻ, ശ്രീ മഹേഷ്, ശ്രീമതി അഡ്വക്കേറ്റ് പി സതീദേവി, സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ, അതുപോലെ അഡ്വക്കേറ്റ് വിനീത് കുമാർ ഞങ്ങളോട് സഹകരിച്ചതിന്. ഏതായാലും വളരെ ശക്തമായ നിലയിൽ ഓരോ ദിവസവും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് നടപടികൾ ഇങ്ങനെ എല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഹൈക്കോടതി പൂർണ്ണമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിയമപരമായി പരിശോധിക്കുന്നതിലേക്ക് ഹൈക്കോടതി മാറുന്നതോടെ കുറേ കൂടി സഹായകരമായി സർക്കാർ ഇപ്പോൾ തന്നെ എടുത്തിട്ടുള്ള ശക്തമായ നടപടികളുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകുന്ന നടപടികളുണ്ട്, ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിശദീകരിച്ചതാണ്. ആ നിലയിൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ ഹൈക്കോടതിയുടെ ഈ പരിശോധന, നിയമപരമായ പരിശോധന ഏറെ സഹായകരമാകും എന്ന് കരുതാം. അതുപോലെ തന്നെ തെറ്റുതിരുത്തലിന് വിധേയമാകാൻ തയ്യാറാകേണ്ടതുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കും മലയാള സിനിമാ രംഗം മാറും എന്ന് കരുതാം. ആ നിലയിൽ ഈ ചർച്ചയിൽ പല കോണിലും ഉയർന്നു വന്ന അതൊക്കെ തന്നെയാണ്. നമുക്കപ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ അവസാനിപ്പിക്കാം.